ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യരായ സുഹൃത്തുക്കളെ, നോമ്പുകാരായി അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ മസ്ജിദിലൊന്നിൽ അവൻ്റെ ദീനുമായി ബന്ധപ്പെടുത്തിയ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ അവൻ്റെ സ്വർഗം നാം ഓരോരുത്തർക്കും പ്രതിഫലമായി ലഭിക്കാൻ സഹായകമാകുന്ന ഒരു സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അള്ളാഹു ശിഫാഉൽ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ മുമ്പുണ്ടായിരുന്ന എനിക്ക് പരിചയമുള്ള പലരും ചില രോഗികളായിരിക്കാം, ചിലർ അള്ളാഹുവിൻ്റെ വിധിക്ക് ഉത്തരം നൽകി തഹ്ത മശീഅത്തില്ലാഹി വഖദരി ഖബറിലാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എപ്പോൾ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ ദീൻ ശരിക്കും പഠിക്കാനും ഇഖ്ലാസോട് ഇത്തിബാഅോടുകൂടി അത് പഠിക്കാനും അത് അമൽ ചെയ്യാനും അത് ദഅവത്ത് നടത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ശരി, ഹിജ്റ 2ാമത്തെ വർഷം റമദാൻ 17-നാണ് ബദർ എന്ന് പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ ഒരു യുദ്ധമുണ്ടായത്. മഅരിക അല്ലെങ്കിൽ ഗസ്വത്ത് ബദർ. ബദർ എന്ന് കേൾക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ ഒരു ഉൾപ്പുളകമുണ്ടാക്കുന്ന ഒന്നാണ്. സത്യത്തിൽ വലിയ ത്യാഗവും സഹനവും ഓർമ്മയുമൊക്കെയാണ് ബദർ. എന്താണ് ബദർ, എന്തിനായിരുന്നു ബദർ എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അന്വേഷണമാണ്, പ്രത്യേകിച്ച് മുവഹിദുകളെ സംബന്ധിച്ചിടത്തോളം. തൗഹീദിന് വേണ്ടിയായിരുന്നു ബദർ എന്നതാണ്. അല്ല, തൗഹീദിന് വേണ്ടിയായിരുന്നു ഇസ്ലാമിലെ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും അനുഷ്ഠിച്ച പ്രയാസങ്ങളും ത്യാഗങ്ങളും മുഴുവൻ എന്നത് ബോധ്യമാകുമ്പോഴാണ് 1400 വർഷങ്ങൾക്കിപ്പുറം ഈ ഒരു ചെറിയ പള്ളിയിൽ, അല്ല അൽഹംദുലില്ലാഹ് അല്പം സൗകര്യത്തോടു കൂടി തന്നെ നമ്മൾ ഇരിക്കുന്നിടത്ത് അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ തൗഹീദിന്റെ വെളിച്ചം, അതിന്റെ പ്രഭ എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലാവുന്നത്. അന്ന് ആ ബദറില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാകുമായിരുന്നില്ല. അന്ന് ആ ബദറില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു പള്ളിയിൽ ഇരിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ തൗഫീഖാണ്. അത് ഞാൻ ആദ്യം ഒരു ബൈത്തായിട്ട് പറഞ്ഞു. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ. വയറ്റത്ത് കല്ല് കെട്ടി, എല്ലാവരും ഒരു കല്ലാണ്. അപ്പോ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കല്ല കെട്ടി വയറ്റത്ത് വിശന്നിട്ട്. യുദ്ധം ഖന്ദഖ. അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു രചിച്ചൊരു പദ്യം നബി ഇങ്ങനെ പാടുകയാണ്. അതാണ് അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന. ആഞ്ഞ് കൊട്ടി കൊണ്ട് അല്ലെങ്കിൽ ആഞ്ഞ് ഇരുമ്പ് കൊണ്ട് വെട്ടി മുറിക്കാൻ ഒരു കല്ല്, വലിയൊരു പാറ. അപ്പോഴാണ് നബി ഇങ്ങനെ പാടുന്നത്, അല്ലാഹുവേ നീ ഞങ്ങളെ ഹിദായത്തിലായിട്ട് ആക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ, ഞങ്ങൾ സദഖയും സക്കാത്തും കൊടുക്കുമായിരുന്നില്ല, ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് അന്ന് ബദറും ഉഹുദും ഖന്ദഖും ഹുനൈനും ഒക്കെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അള്ളാഹിന്റെ ഈ പള്ളിയിൽ നമ്മൾ ഇങ്ങനെ വന്നിരിക്കൂലായിരുന്നു. അള്ളാഹിന്റെ തൗഫീഖാണ് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഞാനൊരു സന്ദർഭത്തിൽ ഒരു കാര്യം മാത്രം പറയാം. നമ്മളിപ്പോ 17 തവണ നിർബന്ധമായിട്ട് നമ്മളെ കൊണ്ട് അല്ലാഹു തആല ചൊല്ലിപ്പിക്കുന്നതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ നീ ഞങ്ങളെ നേർമാർഗത്തിൽ ചേർക്കണേ, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കണേ. വല്ലാത്തൊരു വാക്കാണത്, വല്ലാത്തൊരു വാക്കാണ്. അള്ളാഹ് നമ്മളെ കൊണ്ട് ആവർത്തിപ്പിക്കണം. ആ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി 20-ാം നൂറ്റാണ്ട് കണ്ട സലഫി ലോകത്തെ ഏറ്റവും വലിയ ആലിമാണ്. അന്ന് ബദറും ഉഹുദും ഖന്ദഖും ഹുനൈനും ഒക്കെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അള്ളാഹിന്റെ ഈ പള്ളിയിൽ നമ്മൾ ഇങ്ങനെ വന്നിരിക്കൂലായിരുന്നു. അള്ളാഹിന്റെ തൗഫീഖാണ് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഞാനൊരു സന്ദർഭത്തിൽ ഒരു കാര്യം മാത്രം പറയാം. നമ്മളിപ്പോ 17 തവണ നിർബന്ധമായിട്ട് നമ്മളെ കൊണ്ട് അല്ലാഹു തആല ചൊല്ലിപ്പിക്കുന്നതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ നീ ഞങ്ങളെ നേർമാർഗത്തിൽ ചേർക്കണേ,
നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കണേ. വല്ലാത്തൊരു വാക്കാണ്, വല്ലാത്തൊരു വാക്കാണ്. അള്ളാഹ് നമ്മളെ കൊണ്ട് ആവർത്തിപ്പിക്കണം. ആ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി 20-ാം നൂറ്റാണ്ട് കണ്ട സലഫി ലോകത്തെ ഏറ്റവും വലിയ ആലിമാണ്, അഹ്ലുസുന്നത്തിന്റെ നേതാവാണ്. ഇവിടുത്തെ സമസ്തക്കാരുടെ നേതാക്കന്മാർ പോലും പോയി കണ്ട് വർത്താനം പറഞ്ഞ് തിരിച്ചു പോന്നിട്ട് പറഞ്ഞതറിയോ, അത് ശരിക്കും ഒരു ഔലിയാണെന്നാണ്. അത്ര വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ, നിങ്ങൾ ഹിദായത്തിലേക്ക് ആവശ്യക്കാരനാണ്. നിങ്ങൾ എത്ര വലിയ ഭയഭക്തനും എത്ര വലിയ ആലിമമാണെങ്കിലും നിങ്ങൾ ഹിദായത്തിലേക്ക് ആവശ്യക്കാരാണ്. ശരിയല്ലേ? ആലോചിങ്ങൾ മരിക്കണവര് നമുക്ക് വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഒറ്റൊത്തരുടെ എന്താ, റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോണവരെ നമുക്കൊരു സാധനം ആവശ്യമുണ്ട്. അതെന്താ? അതാണ് ഹിദായത്ത്. പട്ടിണി നമുക്ക് സഹിക്കാം, ദാരിദ്ര്യം നമുക്ക് സഹിക്കാം, വീടില്ലെങ്കിൽ തൽക്കാലം വാടക വിട്ട് താമസിക്കാം, അല്ലേ? പക്ഷെ ഹിദായത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ പ്രിയോണത് ചെയ്യാം? ഹിദായത്ത് കിട്ടിയില്ലെങ്കിൽ അൽഹംദുലില്ലാഹ്, ആ ഹിദായത്തിന്റെ ചില അസ്ബാബുകളാണ് ബദറിലൊക്കെ നമ്മൾ കാണുന്നത്. ശരി, ചെറിയൊരു മുഖവുര മാത്രം ആ ബദറിനെ സംബന്ധിച്ച് നോക്കൂ. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, യുദ്ധക്കൊതി മൂത്ത് ഉണ്ടായ ഒന്നല്ല ബദർ. പിന്നെയോ തൗഹീദിനു വേണ്ടി, ആദർശത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ ഭാഗമായി ഉണ്ടായതാണ് ബദർ. ബദറിനൊരു സാഹചര്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് 2 അഖബ ഉടമ്പടികൾക്ക് ശേഷം, വലിയ ചരിത്രമാണ്, ഞാൻ ചുരുക്കി 5 മിനിറ്റ് കൊണ്ട് ഒതുക്കി പറയണം. 2 അഖബ ഉടമ്പടികൾക്ക് ശേഷം റസൂലുള്ളാഹി, അപ്പൊ എന്തൊന്നും പറയില്ല, നമ്മൾ നബിന്റെ പേരൊക്കെ എന്താ പറയാ? അതാണ് നിങ്ങളുടെ പ്രശ്നം. നമ്മൾ ഈ വഹാബികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, സ്വലാത്ത് എല്ലാം ആദ്യം ആരൊക്കെ മനസ്സിലാക്കി വെച്ചു, നിങ്ങൾ അതേമാതിരി നടക്കുകയും ചെയ്യും. പക്ഷെ ശരിയാവില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സ്വലാത്ത് ചൊല്ലിയേ പറ്റൂ. എന്നോട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്വലാത്ത് അല്ലാത്തൊരു ദയവില്ല ശാസ്ത്രീകരിക്കരുത്. ഉറക്കത്തന്നെ പറയണം, മനസ്സ് പറഞ്ഞാൽ പോരാ. നീയത്തല്ല, തൊള്ളോണ്ട് പറയണം. നീയത്ത് കരുതലാണ്. കുസിത നിസ്കാരത്തിന് മുസല്ലി സ്വലാത്ത് ളുഹ്രി, അത് മറ്റൊരു വിദഗ്ധാണ്. മനസ്സിൽ സ്വലാത്ത് അത് നീയത്ത് കരുതലാണ്. ഇത് സ്വലാത്ത് പറയലാണ്, ചൊല്ലലാണ്. കരുതിയ കൂലി കിട്ടും. പക്ഷെ സ്വലാത്ത് എന്താണ്? സ്വല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ. സ്വലാത്ത് ചൊല്ലാനാ പറഞ്ഞു, കരുതാനല്ല. അതുകൊണ്ട് എല്ലാവരും സ്വലാത്തല്ലാണ്. ആര് വന്നാലും പ്രസംഗിച്ചാലും ഇല്ലെങ്കിലൊക്കെ സ്വലാത്ത് നിർബന്ധാണ്, വാജിബാണ്. 2 മെച്ചാണ്. 1 ദുഃഖത്തെ നീക്കും, 2 പാപത്തെ പുറക്കും. ആരാ പറഞ്ഞാലും മുഹമ്മദ് മുസ്തഫ അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാകട്ടെ. ആ ബദറിന്റെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക രാജ്യത്ത് നിന്ന് മദീനയിലേക്ക് നബി ഹിജ്റ പോകണം. ഹിജ്റ പോകുന്നതിന് വലിയൊരു ചരിത്രമാണ്. പോകേണ്ട ഭാഗത്തേക്കല്ല പോയത്, നേരെ ഓപ്പോസിറ്റാ പോയത്. എന്നിട്ട് ഹൗറിൽ നേരെ ഓപ്പോസിറ്റാ, മദീനത്തേക്ക് പോകേണ്ട നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. ഹൗറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുകയും കൂടെ മഹാനായ സിദ്ദീഖുൽ അക്ബർ കൂടെ കഴിയുകയും അവിടുന്ന് ശത്രുക്കൾ അതിന്റെ പരിസരത്തേക്ക് എത്തുകയും അവർക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് താഴേക്ക് നോക്കാതിരിക്കാനുള്ള മനസ്സ് അള്ളാഹു നൽകുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും കൂടി അവിടുന്ന് ഏകദേശം 380 അല്ലെങ്കിൽ 400 ചില്ലാനും വരുന്ന ഒരു ദൂരം മദീനയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. ത്വരീഖു മദീന, ത്വരീഖു ഹിജ്റ. ആ ത്വരീഖു ഹിജ്റ എന്നതുപോലെ റൂട്ടാക്കി വെച്ചിട്ടുള്ളത്. ചെറിയ വ്യത്യാസങ്ങളാണ്. അങ്ങനെ മദീനയിലേക്ക് എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെത്തിയിട്ട് 2 വർഷം അല്ലെങ്കിൽ ഏതാനും ചില്ലാനും കുറഞ്ഞ സമയം, ഒരു 1 ചില്ലാനും വർഷം അല്ലെങ്കിൽ 2 വർഷത്തോളായി. അപ്പോഴും മക്കത്തെ മുശ്രിക്കുകളുടെ പക റസൂലുള്ളാഹിയോടും സ്വഹാബത്തിനോടുള്ള പക തീർന്നിട്ടില്ല. പ്രത്യേകിച്ച് മദീനയിൽ അഭയം ലഭിച്ചത് കാരണം ഹജ്ജിന് വന്ന മദീന നിവാസികൾ അന്ന് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ധി ചെയ്തത് 3-ാം ക്ലാസ്സിലെ 4-ാം ക്ലാസ്സിലെ 5-ാം ക്ലാസ്സിലെ മദ്രസ പാഠപുസ്തകത്തിലെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. 1-ാം അഖബ ഉടമ്പടി, 2-ാം അഖബ ഉടമ്പടി. 2-ാം അഖബ ഉടമ്പടിക്ക് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്അബ് ഇബ്നു ഉമൈറിനെ പോലെയുള്ള ദൂതന്മാരെ റസൂല് മദീനയിലേക്ക് നിയോഗിച്ച് അവിടെ ഇസ്ലാമികമായ ഒരു മണ്ണിനെ പാകപ്പെടുത്തിയിട്ട് അത്തരൊരു മണ്ണിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോണത്. ചില ആൾക്കാർ പറഞ്ഞ് ചരിത്രം പറയുമ്പോൾ പറയും നബി ഒളിച്ചോടി. അല്ല, ഒരർത്ഥത്തിൽ അങ്ങനെ പറയുമെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വഹി കിട്ടിയിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് നബി മദീനയിലേക്ക് പോയത്. ഒളിച്ചോടി എന്നൊക്കെ നമ്മുടെ ഭാഷ, ഒളിച്ചോടിയതല്ല.
അറിഞ്ഞുകൊണ്ട് പോയതാണ്, വഹയാണ്. കാരണം ആയിഷ ബീവി, നമ്മളെ പൊന്നുമ്മ ഉമ്മുന ആയിഷത്ത സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഒരാൾ സന്തോഷം കൊണ്ട് കരയുമെന്നത് എനിക്ക് അന്നാ മനസ്സിലായത്. എന്താ സംഭവം? നബി ഒരിക്കൽ അബൂബക്കറിന്റെ വീട്ടിലേക്ക് കയറി വരികയാണ് റളിയല്ലാഹു അൻഹു. അവിടെ എല്ലാവരും ഉണ്ട്. അപ്പൊ നബി പറഞ്ഞു എല്ലാവരോടും മാറിക്കാൻ പറഞ്ഞു, ഒരു സ്വകാര്യം പറയേണ്ടത്. അപ്പൊ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹുദ്ദീനിക്കാണ്, നബി ഇതൊക്കെ അവിടുത്തെ കുടുംബാണ്, അങ്ങേക്ക് ഫിദിയാണ്. അപ്പൊ നബി പറഞ്ഞു, എനിക്ക് ഹിജറക്ക് അനുമതി നൽകിയിട്ടുണ്ട്, ഒളിച്ചോടിയല്ല, അനുവാദം കിട്ടിയിട്ടാ പോയത് ഹിജറ. അപ്പൊ ഞാനല്ലയോ അവിടുത്തെ കൂട്ടുകാരെന്ന് സിദ്ദീഖുൽ അക്ബർ ചോദിക്കുക, ഞാനല്ലയോ അവിടുത്തെ കൂട്ടുകാരൻ? അതെ. അത് പറഞ്ഞപ്പോഴേക്കും സിദ്ദീഖുൽ അക്ബർ കരയാൻ തുടങ്ങി. അതാണ് ഉമ്മ പിന്നെ പറയണത്, എനിക്ക് അങ്ങനെ കരയും എന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായി, സന്തോഷം കൊണ്ട് ഒരാൾ കരയും എന്നുള്ളത്. അങ്ങനെ രണ്ടാളും കൂടി പോവാണ്. പോയി മദീനത്തെത്തി. അവിടെ പാകപ്പെടുത്തപ്പെട്ട ഒരു അല്പമൊക്കെ പാകപ്പെടുത്തിയൊരു മണ്ണുണ്ട്, അവിടെ ഈ ശത്രുക്കളുണ്ട്. അവിടെ ഈ ശത്രുക്കളുടെ പിന്നെ നമുക്കറിയാം, അവരാണ് മുനാഫിക്കുകളുടെ നേതാക്കന്മാര് വനേകളൊക്കെ ആയിട്ട് വരുന്നത്. ചരിത്രം നമുക്കറിയാലോ, ഞാൻ അതിലേക്ക് പോവല്ല. അങ്ങനെ അവിടെ അള്ളാഹുവിന്റെ റസൂലിന് അവിടെ അഭയം ലഭിച്ചു. ഇതിനിടക്കാണ് മക്കയിൽ നിന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, നമുക്കിപ്പോഴും പറയാൻ പേടിയത്, ഇപ്പോഴും അബൂ സുഫിയാന്റെ പേര് കേട്ട ആൾക്കാർ തർബീയത്തില്ല. കാരണം നമ്മളെ മനസ്സിൽ ഇപ്പോഴും അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ അബൂജഹൽ എന്ന് പറഞ്ഞ അല്ല. അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ സ്വഹാബിയാണ്. നോക്കിങ്ങള് അള്ളാഹ് തെരഞ്ഞെടുക്കണ പോലെ ആദ്യം റസൂലുള്ളാഹിക്കെതിരെ, പിന്നെ റസൂലുള്ളാഹിന്റെ ഒപ്പം. എന്നിട്ടോ റസൂലുള്ളാഹിക്കെതിരെ ഒരു മിനിറ്റ് പോലും ചിന്തിച്ചിട്ടില്ലാത്ത, പറഞ്ഞിട്ടില്ലാത്ത ഞാനും നിങ്ങളും ഇപ്പോഴും ഓട്ടക്കാലണക്ക് വരയില്ലാത്തവരാണ്. റസൂലുള്ളാഹിക്കെതിരെ പറയും പ്രവർത്തിക്കുകയും ചെയ്തവരൊക്കെ ഇപ്പോ റളിയല്ലാഹു അൻഹും വറദു അൻ, അള്ളാഹു ഏറ്റെടുക്കണം അവരെ സ്വഹാബത്തിന്. അന്ന് ശത്രുപക്ഷത്താണ് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് ഒരു ഖാഫില സംഘം പുറപ്പെട്ടു, കച്ചവട സംഘം ഷാമിലേക്ക്. അവര് ഷാമിൽ നിന്ന് തിരിച്ചു വരുന്ന വിവരം മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടി. ആ കച്ചവടം, അതായത് പൊതുവെ ഖുറൈശികൾക്ക് രണ്ട് കച്ചവടമാണ്. ഈലാഫി ഖുറൈശി ലീലാഫിഹിം റിഹ്ലത്തുശ് ശിതാഇ വസ്സൈഫ്. ഒന്ന് ശിതാ, മറ്റൊന്ന് സൈഫ്. അതായത് യമനിലേക്കും ഷാമിലേക്കും. ഖുറൈശികൾക്ക് ആ പേര് കിട്ടുന്നതിന് ചരിത്രമുണ്ട്. ഞാൻ ഇങ്ങനെ കുറെ പോകുന്നുണ്ടാണ്. കിർശ് എന്ന് പറഞ്ഞാല് ഒരു നാണയത്തിന് പറയാം. അത് നാണയ സമ്പത്ത് കൊണ്ട് അക്കാലഘട്ടത്തിൽ, സ്വപ്നം കാണാൻ പറ്റാത്ത കാലഘട്ടത്തിൽ നാണയം കൊണ്ട് പരസ്പരം ഇടപാട് നടത്തി ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഖുറൈശികൾ. അന്നത്തെ അറബികളൊക്കെ മൊത്തത്തില് നാടോടികളാണ്. കൊള്ളയും കൊലയും അതുപോലെ പിടിച്ചുപറിയും ബലാത്സവവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹു ഖുറൈശികൾക്ക് വലിയ നിയമത്ത് കൊടുത്തതാണ്. സൂറത്ത് ഖുറൈശ് പറഞ്ഞത്, ഒന്ന് നാണയ സമ്പത്ത് കൊടുത്തു. ഈ രണ്ട് യാത്രയിലാണ് ഒരു സമ്പത്ത് ഉണ്ടാക്കിയത്. മാത്രമല്ല രണ്ടാമത്തെ ഒരു മെച്ചം, അവരാരെങ്കിലും കൊള്ള ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവര് പറയും ഞങ്ങൾ അഹ്ലുൽ ഹിർം, ഹറമിന്റെ അഹ്ലുകാരെ പറയും, അതോടുകൂടി അത് സുരക്ഷിതരാകും. വലിയ നിയമത്താണ്. അതാണ് ആമനഹും, എന്താണ് ഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലത്തുശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും. ഒരാൾക്കും കിട്ടാത്തവർക്ക് കിട്ടി, അല്ലദീ അത്അമഹും അല്ലേ. പിന്നെ അവർക്ക് വിശക്കുന്ന ആഹാരവും ഭയത്തിന് പകരം നിർഭയത്വം. കാരണം അമ്ന്, മക്കയിലാണ് അവർ ജീവിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇത് നിങ്ങളൊരു ബ്രാക്കറ്റിലിട്ട് വെച്ചാൽ മതി, നമുക്ക് പിന്നെ ഉപകാരപ്പെടും. ഞാൻ പറഞ്ഞു വന്നത്, ആ ഷാമിലേക്കുള്ള യാത്ര, യമനിലേക്കുള്ള യാത്ര, അങ്ങനത്തെ ഒരു യാത്ര ഷാമെന്ന് പോയി വരുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് മുസ്ലിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കും. കാരണം അറിയോ, സാധാരണ നടത്തുന്ന കച്ചവടം പോലെയല്ല ഈ കച്ചവടം. ഈ കച്ചവടത്തിൽ ഖുറൈശികളുടെ മുഴുവനും പങ്കുണ്ട്. ഖുറൈശികളുടെ ഓരോ വീട്ടുകാരുടെയും പങ്കുണ്ട്. ഓരോ വീട്ടുകാരും നേർച്ചയാക്കിയിട്ടുണ്ട്. എപ്രകാരം ചരിത്രത്തിൽ കാണാം, ഇബ്രാഹിം നബിക്കെതിരെ ഇബ്രാഹിം നബിയുടെ നാട്ടുകാർ നേർച്ചയാക്കിയതുപോലെ. എന്താ ഇബ്രാഹിം നബിക്കെതിരെ ഇബ്രാഹിം നബിയുടെ നാട്ടുകാർ നേർച്ചയാക്കിയത്? ഓരോ വിറക് കൊള്ളി ഓരോ വീട്ടിൽ നിന്നും. എന്നിട്ടാണ് അതൊരു വലിയ തീക്കുണ്ടാരമായത്. ആ തീക്കുണ്ടാരത്തിലേക്കാണ് ഇബ്രാഹിം നബിയെ തെറ്റാനിയിൽ എഴുതി വിട്ടത്. ആ തീക്കുണ്ടാരമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഓരോ വീട്ടിൽ നിന്ന് ഓരോ തീക്കൊള്ളി നേർച്ച എന്നതുപോലെ ഓരോ പൊരേന്ന്, ഓരോ ഖുറൈശിന്റെ പൊരേന്നും ഒരു നിശ്ചിത ഓഹരി കച്ചവടത്തിൽ വലിയ ലാഭം കിട്ടും. ആ ലാഭം മൊത്തം ആർക്കതിൽ ഉപയോഗിക്കും? പറയും, മുഹമ്മദ് നബിക്കും സ്വഹാബത്തിനും ഇതിൽ ഉപയോഗിക്കും. അതുകൊണ്ട് തടയാൻ പോകണം. രണ്ട് തരം യുദ്ധമാണ് നബിന്റെ കാലത്ത് നടക്കുക. ഒന്ന് ശരീഅത്ത്, മറ്റൊന്ന് ഓസ്വത്ത്. അത് നബി നേരിട്ട് പങ്കെടുത്തതും നബി പങ്കെടുക്കാത്തതും. ഇവിടെ നബി നേരിട്ട് പങ്കെടുക്കണം. അവരെ തടയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും
കുറച്ച് ആളുകൾ പുറപ്പെട്ടു. സത്യത്തിൽ പുറപ്പെട്ടത് കച്ചവട സംഘത്തെ തടയാനാണ്, പക്ഷെ എത്തിപ്പെട്ടത് ബദറിലാണ്. അതാണ് സംഭവം. വലിയൊരു സംഘം ഇല്ലാത്തത് കാരണം അതാണ്. അവര് ഒരു ചെറിയ കച്ചവട സംഘത്തെ പിടിക്കാൻ പോയതാണ്. ഇനി നോക്കൂ നിങ്ങള്, കച്ചവട സംഘത്തെ പിടിക്കുന്നതിന് വേണ്ടി ചെറിയൊരു സൈന്യത്തെയാണ് നബി തയ്യാറാക്കിയത്. ചെറിയൊരു സൈന്യത്തെ. ആ സൈന്യത്തിന്റെ തയ്യാറെടുപ്പ് തന്നെ വളരെ അത്ഭുതമാണ് ചരിത്രത്തിൽ. അതിങ്ങനെ തയ്യാറാക്കുന്നതിനിടയിൽ ഒരു ഹൃദ്യമായ ഒരു കഥയുണ്ട്. സഅദ് ബിൻ ഹൈതമയുടെ കഥ. സഅദ് ബിൻ ഹൈതമ, വാപ്പ ഹൈതം, മകൻ സഅദ്. നിങ്ങൾ ബദരീങ്ങളുടെ അസ്മാഹുൽ ബദരീങ്ങൾ ശുഹദാക്കളുടെ ലിസ്റ്റ് വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ലിസ്റ്റ് സഅദ് 14 പേരിൽ ഒരാൾ. സഅദ് പോലെ കൂടി കയറി എന്നിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് തോളിലിട്ടു. അപ്പൊ വാപ്പ ചോദിച്ചു, മോനോട് മോനെ എടുക്കാന്ന് വെച്ചു. വാപ്പ ഞാൻ ബദറിലേക്കാണ്, ഞാനിങ്ങനെ നബി വിളിച്ചിട്ടുണ്ട്, ഞാൻ പോവാണെന്ന്. അപ്പൊ വാപ്പ വിളിച്ചു വെച്ചിട്ട് പറഞ്ഞു, മോനെ വാപ്പക്ക് വയസ്സായി, നീ ചെറുപ്പല്ലേ, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിക്കോളാം. ഇല്ല വാപ്പ, മകൻ എന്തിനാ പോണത്, എന്തിനാ പോണെന്ന് ആലോചിച്ചേക്കണം. അല്ലാഹു അക്ബർ. വാപ്പാനൊക്കെ ഒഴിവാക്കി. കാരണം ഫഫിഖു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് കൂടി ചെല്ലാൻ പറയും. അവിടെ വാപ്പിയൊന്നുമില്ല. അവനാന്റെ കാര്യം നഫ്സി നഫ്സി. ആഖിറത്തിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ നഫ്സി നഫ്സിന, ഞാൻ കൊടുത്താൽ എനിക്കുണ്ടാവുള്ളൂ. ലഹാ മാ കസബത് വഅലൈഹാ മാ ഇക്തസബത്. അങ്ങനെ ശരിക്ക് ഓടി ഇറങ്ങി പോവാണ്. എന്നിട്ടോ ബദറിൽ ഷഹീദുകളിൽ ഒരാളാരാണെന്നറിയോ? സഅദ്. വാപ്പ സങ്കടപ്പെട്ട് നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ മോൻ എന്നെ വിളിക്കണ്ട്, വാപ്പ നിങ്ങൾ വരുന്നില്ലെന്ന് ചോദിച്ചിട്ടാണ് സ്വപ്നത്തിൽ. പിറ്റത്തെ തവണ നടക്കുന്നത് ഉഹുദാണ്. ഉഹുദിലെ 70 ശുഹദാക്കളിൽ ഒരാളാണെന്നറിയും. ഹൈതമയാണ്. ഒന്നിലും മോനും മറ്റൊന്നിലും വാപ്പി. ഓലാഗ്രഹിച്ചത് ദുനിയാവല്ല, ഓലാഗ്രഹിച്ചത് ആഖിറമാണ്. നമ്മളും അത് ആഗ്രഹിക്കേണ്ടി ചെറുത്തൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ യാത്രക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്നവർ സൈന്യത്തിനൊപ്പം ചേരാൻ നബി അറിയിച്ചു. അങ്ങനെയാണ് 2 കുതിര ഉണ്ടായത്. 2 കുതിര, പിന്നെ 70 ഒട്ടകങ്ങൾ. മാത്രമല്ല ഊഴം വെച്ച് നടന്നിട്ടാണ് ആൾക്കാർ പോകുന്നത്. ഒരാൾ കയറിയാൽ പിന്നെ കുറച്ചേരം മറ്റാൾ നടക്കും, പിന്നെ മറ്റാൾ കയറുമ്പോൾ വേറൊരാൾ ഇറങ്ങും. അങ്ങനെ ആകെ 70 ഒട്ടകങ്ങളും കുറഞ്ഞ ആയുധങ്ങളും. ഒരേതൊരു കച്ചവട സംഘത്തെ പിടിക്കാനുള്ള ഒരു നിർബന്ധ കൽപ്പനയല്ലാത്തതിനാൽ ചിലർ തയ്യാറായി. ചിലർ മദീനത്തിന് നിന്നു, ചിലർ പോയില്ല, മദീനത്തിന് നിന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു ചെറിയ പുറപ്പാട് നടത്തിയിട്ടുണ്ടെന്നും തങ്ങളെ പിടിക്കാനാണ് നബി വരുന്നതെന്നും അവരറിഞ്ഞു. അബൂ സുഫിയാൻ മക്കയിലേക്ക് ദൂതനെ നിയോഗിച്ചു. ഖുറൈശികൾ സൈനിക സജ്ജരായി. അബൂജഹലും കൂട്ടരും ഹാലടങ്ങി ഒനപ്പത്തനെ തീർക്കണം, നമ്മുടെ നാടൻ വർത്തനം പറഞ്ഞാൽ. അങ്ങനെ വലിയൊരു സൈന്യത്തെ സജ്ജരാക്കി. അന്ന് അവർക്ക് ആകെ പേടിണ്ടായിരുന്നത് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ ഗ്രൂപ്പായിട്ട് വരുന്നു ഫൈറ്റ്. സാക്ഷാൽ ഇബ്ലീസ് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലത്തിൽ വന്നിട്ട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അല്ലാഹ്. അപ്പൊ എല്ലാ നിലക്കും അബൂജഹലിന്റെ മനസ്സിൽ വിജയത്തിന്റെ കൊടുമ്പിരി കൊണ്ടു. ഇതോടുകൂടി ഇവന്റെ ശല്യം അവസാനിക്കണം. ഇനി റൗഹ എന്ന് പറഞ്ഞൊരു സ്ഥലം ഇന്നും കാണാൻ സ്ഥലം റൗഹ. ആ സ്ഥലത്തെത്തിയപ്പോ പട്ടാളത്തിന്റെ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ലക്ഷ്യം വെച്ചത് കച്ചവട സംഘത്തെ. പക്ഷേ 2 സംഘങ്ങൾ നബിക്കെതിരെ വരാം. ഒന്ന് കച്ചവട സംഘം, മറ്റൊന്ന് പട്ടാള സംഘം. നിങ്ങളെ മനസ്സിലുണ്ടാകും കേട്ടോ. ഇത് ഈ ചരിത്രം മാത്രം പറയാൻ മിനിമം 1 മണിക്കൂർ വേണം. ഞാനത് ചുരുക്കിയിട്ട് 5-10 മിനിറ്റ് കൊണ്ട് തീർക്കണം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞു പോണത്. വിഷയം മനസ്സിലാക്കാനുള്ളൂ പ്രധാനം. ഖുറൈശികൾ സൈനിക സജ്ജരായി. അങ്ങനെ റൗഹ എന്ന സ്ഥലത്ത് നബി എത്തിയപ്പോൾ പട്ടാളത്തിന്റെ വരവാണ്. കച്ചവട സംഘമാകട്ടെ അടുത്ത ദിവസം ബദറിലേക്ക് എത്തുന്നു മനസ്സിലായി. അപ്പൊ ബദർ വഴിയാണ് ഒരു പോകുന്നത്, മറ്റേ ടീം വരുന്നതും ബദറിലേക്കാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻഫാലിന്റെ 2-ാമത്തെ ആയത്ത് മുതൽക്ക് സൂറത്ത് അൻഫാലിന്റെ ഒരു 10-45-50 ആയത്ത് വരെ വായിച്ചാൽ അത് മുഴുവനും ബദറിനെ കുറിച്ചാണ്. ഒരു അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ബദറാണ്. സൂറത്ത് ബദർ. അല്ലാഹു എന്നറിയാം, وَإِذْ يَعِدُكُمُ اللَّهُ إِحْدَى الطَّائِفَتَيْنِ أَنَّهَا لَكُمْ وَتَوَدُّونَ أَنَّ غَيْرَ ذَاتِ الشَّوْكَةِ تَكُونُ لَكُمْ وَيُرِيدُ اللَّهُ أَن يُحِقَّ الْحَقَّ بِكَلِمَاتِهِ
ويقطع دابر الكافرين وإذ يعدكم الله إحدى الطائفتين أنها لكم. അള്ളാഹു നബിക്ക് ഓഫർ കൊടുക്കാം. നബിയേ, ആ രണ്ടിൽ ഒരു സംഘം, ഒന്നില്ലെങ്കിൽ കച്ചവട സംഘം അല്ലെങ്കിൽ പട്ടാള സംഘം നിങ്ങൾക്കായിരിക്കും എന്ന് അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സന്ദർഭം. രണ്ടിലൊരു സംഘം നിങ്ങൾക്കാണ്. അപ്പൊ അള്ളാഹു വലിയൊരു ഓഫർ നബിക്ക് കൊടുക്കാൻ. അതാണ് ശരിക്കും അവരെ മുന്നോട്ട് നയിക്കുന്നത്. ബദർ വഴി വരേണ്ടിയിരുന്ന കച്ചവട സംഘം ഇത്. അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാല് കച്ചവടത്തിന് മാത്രമല്ല, സാമൂഹികമായി നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി തന്നെ ഭയങ്കരമാണ്. അതിനിടെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അദ്ദേഹം റൂട്ട് മാറിയിട്ട് ചെങ്കടൽ വഴി അദ്ദേഹം രക്ഷപ്പെട്ടു മക്കയിലേക്ക്. മാത്രമല്ല, അബൂ സുഫിയാൻ ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നൊരു ദൂതൻ വഴി സൈന്യത്തെ അറിയിച്ചു, നിങ്ങളോട് വരണ്ട, ഞങ്ങൾ രക്ഷപ്പെട്ട പ്രശ്നമല്ല എന്ന് പറഞ്ഞെങ്കിലും അബൂജഹൽ കൂട്ടാക്കിയില്ല. അബൂജഹലിനെതിരെ ഉത്തുബയെ പോലുള്ള ആളുകളൊക്കെ ശക്തമായി എതിർത്തു. നമ്മളിപ്പോ പോകേണ്ട ആവശ്യമില്ല, അവര് രക്ഷപ്പെട്ടില്ലേ, അത് നമുക്ക് പിന്നെ നോക്കാം എന്നൊക്കെ നിനക്ക് സംസാരിച്ചെങ്കിലും അബൂജഹൽ കൂട്ടാക്കിയില്ല. തിരിച്ചു പോകാം എന്ന് പറഞ്ഞെങ്കിലും അയാൾ കൂട്ടാക്കിയില്ല. 300ഓളം അല്ലെങ്കിൽ അധികം ആളുകൾ ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി, തെറ്റിപ്പോയി. അബൂജഹലിനെ വിട്ടിട്ട് അവർ തിരിച്ചുപോയി. ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് തിരിച്ചുപോയി. കൂടെ പോകുന്ന ആൾക്കാർ തിരിച്ചുപോയി. പക്ഷേ അള്ളാഹു കണക്കാക്കിയതാണ് അബൂജഹലിന്റെ അന്ത്യം. കാരണം എന്താ, അബൂജഹലിനെ പോലുള്ള ആൾക്കാർ സംസാരിക്കുന്ന സംസാരമുണ്ട് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും കാണാൻ പറ്റും. അബൂജഹലിനെ കുറിച്ച് മാത്രം ചില ആയത്തുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം തരങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വാലറ്റവൻ അബുത്തർ എന്ന് ആക്ഷേപിച്ചു. അത് പഠിച്ചില്ലേ? അബുത്തറാണെന്ന് പറഞ്ഞു, വാലറ്റവനെന്ന് പറഞ്ഞു. സത്യത്തിൽ ബദറോടുകൂടി മനസ്സിലായി ആരുടെ വാലാണ് അറ്റുപോയത്. അന്നുള്ള പറഞ്ഞു, നബിയെ താങ്കൾ വാലറ്റവനല്ല, അവർ തന്നെയാണ് വാലറ്റുപോയത്. ഈ ആയത്തിനെ ഇതിലേക്ക് പണ്ഡിതന്മാർ ഇതിന്റെ ക്ലബ് ചെയ്യാറുണ്ട്, ജമ്മു ചെയ്യാറുണ്ട്, തഫ്സീറിൽ കാണാറുണ്ട്. അതായത് മുഹമ്മദ് നബിക്ക് പുത്രനില്ല, മരണപ്പെട്ടു പോയി, ആൺകുട്ടികളൊന്നുമില്ല. മുഹമ്മദ് നബി പറയുന്ന ആദർശത്തെ പിന്തുടരാൻ ഇനി ആളില്ല. മുഹമ്മദ് നബി മരിച്ചാൽ പിന്നെ മുഹമ്മദ് നബിക്ക് ഇവിടെ ആളുണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ബാലറ്റവനാണ്, പിൻഗാമി ഇല്ലാത്തവനാണ് എന്ന് പരിഹസിച്ചവർക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ മറുപടി, അവര് ബദറിലെത്തി മുശ്രിക്കുകൾ തിന്നും കുടിച്ചും ആസ്വദിച്ചും അർമാദിച്ചും അവരങ്ങനെ ബദറിൽ കഴിച്ചുകൂട്ടി. അവസാനം ബദർ യുദ്ധം നടന്നു. ബദറിൽ ക്രൂരമായി പരാജയപ്പെട്ടു പോയി, വളരെ മ്ലേച്ഛമായി ഒരു പരാജയപ്പെട്ടു പോയി. അബൂജഹലടക്കം സ്വനാദീദ് ഖുറൈശികളുടെ നേതാക്കന്മാരെ പലരും കൊല്ലപ്പെട്ടു പോയി. ചിലരൊക്കെ ഓടിപ്പോയി, ചിലരൊക്കെ പിടിച്ചു വെച്ചു. 70-ലധികം ആളുകളാണ് അവരെ കൂട്ടത്തിൽ എന്ത് ചെയ്തത്? കൊല്ലപ്പെട്ടത്. പ്രധാനികളൊക്കെ കൊല്ലപ്പെട്ടു. ഞാൻ ആ യുദ്ധ സന്ദർഭമൊന്നും കുഴപ്പമില്ല, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടും പഠിച്ചിട്ടും വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ സത്യത്തിൽ അബൂജഹലടക്കം പലരും വധിക്കപ്പെട്ടു. അപ്പോഴാണ് അബുത്തർ ആരാന്ന് മനസ്സിലാവുന്നത്. മുഹമ്മദ് നബി അല്ല അബുത്തറായത്. പിന്നെ ആരാ അബുത്തറായത്? ഒരിക്കലും തിരിച്ചു വരാനോ തൗബ ചെയ്യാനോ പശ്ചാത്തപിച്ചു മടങ്ങാനോ ഖേദിച്ചു മടങ്ങാനോ അള്ളാന്റെ ദീന സ്വീകരിക്കാനോ കഴിയാത്ത വിധം വാലറ്റുപോയവർ ഇവരാണ്. വലിയൊരു ചരിത്രമാണ്. ഞാൻ ചുരുക്കി 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞതാണ്. നമുക്ക് കുറേയൊക്കെ അറിയാലോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പോണില്ല. ഈ വിഷയം ബദർ, ആ ബദറിലേക്ക് എത്തി നിൽക്കുന്ന നിമിഷങ്ങൾ, അതിനിടയിലുള്ള കുറേ സംഭവങ്ങൾ, കുറേ ടേണിംഗ് പോയിന്റുകൾ, ഇതൊരു നരേഷൻ രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ, ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ഡോക്യുമെന്ററി രീതിയിലൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ക്ലച്ച് പിടിക്കും. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു ഒഴുക്കുമട്ടിൽ പെട്ടെന്ന് പറഞ്ഞു പോരാ. ഇത്രയും വലിയൊരു സംഭവം, ഈ വലിയ സംഭവത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എങ്ങനെയുള്ള പറയുന്നറിയോ? ഇതേ സൂറത്തിന്റെ 47-ാമത്തെ ആയത്തിലെത്തുമ്പോൾ ഇവരിങ്ങനെ മുഖാമുഖം വന്നു നിൽക്കുന്ന രംഗം യുദ്ധഭൂമിയാണ്. പണ്ടത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആദ്യം ഏറ്റുമുട്ടലുണ്ടാവും, ദ്വന്ദ്വ യുദ്ധം ഉണ്ടാവും, അല്ലെ? ഇങ്ങനെ പരസ്പരമുള്ള മുഷ്ടി ചുറ്റിയുള്ള യുദ്ധങ്ങൾ ഉണ്ടാവും, അടി ഉണ്ടാവും, പിന്നെ ശേഷം വാൾപ്പായിട്ടുണ്ടാവും, കുന്തപ്പായിട്ടുണ്ടാവും. ഇങ്ങനെയാണ് പണ്ടത്തെ യുദ്ധങ്ങൾ ഉണ്ടാവുക. ഇവർ നേർക്ക് നേരെ ഫേസ് ടു ഫേസ് വന്ന് നിൽക്കാൻ. അള്ളാഹ് അതിനെ കുറിച്ച് പറയാൻ ഖുർആനിലൂടെ ഇതേ സൂറത്തിന്റെ 47-ാമത്തെ എന്നറിയോ? കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറൻ വരിആഅന്നാസ് വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അഹംഭാവത്തോടുകൂടിയും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയും
അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടിയും തങ്ങളുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടവരെ പോലെ, അഥവാ മുശ്രിക്കുകളെ പോലെ. മുശ്രിക്കുകളെ കുറിച്ച് അല്ലാഹ് പറയാം. എങ്ങനെയാ അവർ പുറപ്പെട്ടത്? അഹങ്കാരത്തോടു കൂടി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പൊ കിബറുണ്ട്, പിന്നെ റിയാ ഉണ്ട്, സുംഅത്തുണ്ട്, പിന്നെ അള്ളാന്റെ മാർഗത്തിൽ ജനങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടി മസ്ജിദുൽ ഹറാമിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കാതിരിക്കാൻ, ഇസ്ലാമിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കാതിരിക്കാൻ, അതുപോലെ അങ്ങനെയുള്ള എല്ലാ കുഫറും ഉള്ള ഒരു വിഭാഗം ഇറങ്ങി പുറപ്പെട്ടവരെ പോലെ. അവരിറങ്ങി പുറപ്പെടുന്നത് അങ്ങനെ 150 തരം കുതിര, 700 ഒട്ടകങ്ങൾ, വേറെയും ധാരാളം ഒട്ടകങ്ങൾ, പാട്ടുകാരികൾ, നർത്തകിമാർ. ശരിക്കും അവര് ആസ്വദിച്ച്, നമ്മുടെ നാടൻ പുതിയ യൂത്തന്മാരെ ഭാഷ പറഞ്ഞാൽ അറുമാദിച്ച്, അങ്ങനെയാണ് അവര് യുദ്ധത്തിലേക്ക് എത്തുന്നത്. എന്നിട്ടോ അവസാനം ചത്തൊടുങ്ങാണ്. കുഫാറുകളിൽ നിന്നും 70 പേര് വധിക്കപ്പെട്ടു, 70ഓളം പേര് ബന്ധനസ്ഥരാക്കപ്പെട്ടു. മുഅ്മിനീങ്ങളിൽ നിന്ന് 14 പേര് ഷഹീദായി. നേരത്തെ ഞാൻ പറഞ്ഞ സഅദ് റളിയല്ലാഹു തആല അൻഹു അടക്കം 14 പേർ ഷഹീദായി. ഈ ബദർ എല്ലാ നിലക്കും മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായതിന് ചില കാരണങ്ങളുണ്ട്. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് കുറച്ചൊരു ആ കാരണങ്ങൾ അവരെടുത്ത് ഒരു പക്ഷേ ഏതെങ്കിലും ബദർ വൈത്തോ ബദർമാലൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ക്ഷമ ചോദിക്കണം. ഒന്നാമതിനെ പറ്റിയ നേരമല്ല. പുറത്തൊക്കെയാണ് നമുക്കൊന്ന് നീട്ടി വെച്ച് പാടുകയൊക്കെ ചെയ്യണം. ഇപ്പം അതിന് പറ്റിയ സമയത്ത് നമുക്ക് കിട്ടുന്ന കുറച്ച് പാഠങ്ങൾ മാത്രമേ ഉണ്ടാകുക. ഇവിടെ ബദറിന്റെ വിജയ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ വിവിധങ്ങളാണ്. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ബദറിൽ വിജയിച്ചു എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതേ സൂറത്തിലെ 9-ാമത്തെ ആയത്തിലെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മലക്കുകളെ ഇറക്കിയിട്ടാണെന്നാണ്. ഒരു ഭൗതികമായ കാരണം. 1000 മലക്കുകൾ അല്ലാഹു ഇറക്കി. പിന്നെ അല്ലാഹു ഓഫർ കൊടുത്തു 3000 മലക്കുകൾ. വീണ്ടും ഓഫർ കൊടുത്തു 5000 മലക്കുകൾ. മലക്കുകൾ ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്ത ഒരൊറ്റ യുദ്ധം ഏതുള്ളൂ? അല്ലെങ്കിൽ ബദർ മാത്രം. അള്ളാഹ് നേരിട്ട് സഹായം ചെയ്യാണ്. അത് പ്രത്യക്ഷ തെളിവാണ്. ഇങ്ങനെ കണ്ടു നിൽക്കുന്ന ഹരിതകൾ അങ്ങ് നിൽക്കുമ്പോൾ കാണാം തല കറുത്ത് പോണതൊക്കെ. അത്ഭുതപ്പെട്ടു സഹാബികൾ. എങ്ങനെ സംഭവിക്കുന്നത്? ഇവര് വെട്ടാൻ ചെല്ലുമ്പോൾ തല പോയിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ശരിക്ക് എന്താ പറയാ, അള്ളാന്റെ സഹായം 100-ൽ 100 എന്ന് പറഞ്ഞു പോയി. അത് തെളിഞ്ഞു നിൽക്കുന്ന ഒരു യുദ്ധമാണ് ശരിക്കും എന്ത് ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ. ഇവിടെ അള്ളാഹ് പറഞ്ഞ പദം എന്താ വെച്ചാൽ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന 1000 മലക്കുകളെ കൊണ്ട് നിങ്ങളെ ഞാൻ സഹായിക്കുന്നതാണ് എന്ന് അള്ളാഹ് പറഞ്ഞു. 1000 മലക്കുകൾ കൊണ്ട് അള്ളാഹു സഹായിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു മലക്കുകളെ കൊണ്ട്. ശേഷമുള്ള വാക്കിൽ എന്തായിരുന്നു? وما جعله الله إلا بشرى ولتطمئن به قلوبكم. ഒരു സന്തോഷ വാർത്തയായിക്കൊണ്ടും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏർപ്പെടുത്തിയത്. നോക്കി, വല്ലാത്തൊരു സന്തോഷമാണ്. ഒരു സന്തോഷ വാർത്ത. അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം കിട്ടാനാണ് അള്ളാഹു മലക്കുകൾ ഇറക്കിയത്. ഒരു കാരണം അതാണ്. എന്ത്? ബദറിലെ വിജയത്തിന് ഭൗതികമായ കാരണം. രണ്ടാമത്തെ ഒരു കാരണം പറയും, അള്ളാഹു എന്ന ഖുർആനിൽ തന്നെ ഇതേ സൂറത്തിലെ തന്നെ 11-ാമത്തെ ആയത്തിൽ പറയാണ് അള്ളാഹു ഉറക്കം നൽകി. നേരം വെളുത്ത യുദ്ധം തലേന്ന് കിടന്നുറങ്ങാം. എങ്ങനെ ഉണ്ടാവും? നമ്മളൊന്ന് സങ്കല്പിച്ചു. നേരം വെളുത്ത അവനാന്റെ മക്കളെ കല്യാണം ഉണ്ടായാൽ പോലും ഉറക്കം പിടിക്കാത്ത വ്യാപാരിമാര് ജീവിച്ചിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. നേരം വെളുത്ത മോന്റെ കല്യാണം, ഉറങ്ങോ? എടാ ഞാൻ 2 മണിക്കൂറൊന്നും ഉറങ്ങട്ടെടാന്ന് വെച്ച് കിടന്നോക്കും. തിരിഞ്ഞു മറിഞ്ഞു കിടക്കാല ഉറങ്ങിയില്ല, ഞാൻ ജയിച്ചു പോകുന്നു അല്ലെ? എങ്ങനെ പറയാം? ഉറക്കം വരില്ല. എന്നാൽ നേരം വെളുത്ത യുദ്ധാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നില്ലെങ്കിൽ തല പോകും, അല്ലെങ്കിൽ അവയവങ്ങൾ ഛേദിക്കപ്പെടും, അല്ലെ? അല്ലെങ്കിലോ ബന്ദിയാക്കപ്പെടും, ക്രൂരമായി പീഡിപ്പിക്കപ്പെടും. അതാണ് യുദ്ധം. ഈ യുദ്ധത്തിന്റെ തലേന്ന് സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് ഇതിന് വലിയ സഹായം വേറെന്താ? ഞാൻ പറഞ്ഞാൽ അള്ളാഹ് പറയാൻ അറിയും. അള്ളാഹുവിൽ നിന്നുള്ള ഒരു നിർഭയാവസ്ഥക്കായിട്ട് മനഃശാന്തിക്ക് വേണ്ടി നിങ്ങളെ മയക്കം കൊണ്ട് ആവരണം ചെയ്തിരുന്ന സന്ദർഭം. യുദ്ധത്തിന്റെ തലേന്ന് ഉറങ്ങി എന്ന് മാത്രമല്ല, ശത്രുവിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന നിർഭയത്വം
അത് ഇല്ലാതാക്കാൻ വേണ്ടി. ശരിക്കും ശത്രുക്കളെ കുറിച്ചുള്ളൊരു നിർഭയത്വം വരാത്ത രീതിയിലേക്ക് അല്ലാഹു സ്വഹാബത്തിന്റെ മനസ്സിനെ പാകപ്പെടുത്തി എന്ന് മാത്രമല്ല, മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റി. മഴ കൊണ്ട് കിട്ടിയത് എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു കുളിരാണ്. രണ്ടാമത്തതോ മഴയും പെയ്യാ ഉറക്കവും കിട്ടാം. അപ്പൊ നമ്മൾ ശരിക്കും ആഗ്രഹിക്കണതാ ഒരു 2 മഴ പെയ്തെങ്കിൽ റബ്ബേന്നാണ്. എന്താ വെച്ചാൽ നോമ്പിൽ നിസ്കരിക്കാനൊക്കെ റാഹത്തുണ്ടാവും. അങ്ങനെയാണ് നമ്മളറിയിക്കാൻ. ചിലരറിയിക്കുന്നത് ഒന്നും സുഖമായിട്ട് കിടന്നു ഉറങ്ങണം അല്ലേ? നിങ്ങൾ ഇവിടെ തന്നെ അല്ലേ? അതിപ്പോ നമുക്ക് ഏത് കോലത്തിലും പ്രസവിക്കട്ടെ ഇവിടെ, പക്ഷെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചേക്ക് പോവാന്ന് മാത്രം. അതായത് മഴ കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കാം, ഒന്നും മൂടിപ്പൊച്ച് കിടന്നു. ആജാതി ചൂടാണ്, ഏസിട്ടിട്ട് പോലും സുഖമല്ല എന്ന് നമ്മൾ പറയും അല്ലേ? പക്ഷെ ഇവിടെ ആലോചിച്ച് ഇവിടെ ഉറങ്ങണത് തലേന്ന്, യുദ്ധത്തിന്റെ തലേന്ന്. രണ്ടാമത്തെ കാര്യം, മലക്കുകൾ ഇറക്കി ചെറിയ ഉറക്കം കിട്ടി, 3 മഴ കിട്ടി. മൂന്നാമത്തെ ഒരു കാരണം എന്താ? മഴ കിട്ടി. അതേ ആയത്തിൽ തന്നെ കാണാം തൊട്ട് ഭാഗം എന്താ? വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅൻ ലിയുതഹിറകും ബി. അവൻ അല്ലാഹു ആകാശത്ത് നിന്നും നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരികയും ചെയ്ത സന്ദർഭം. വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. എന്താണ് റബ്ബ് പറയുന്നത്? നിങ്ങൾ അത് മുഖേന ശുദ്ധീകരിക്കുവാനും ശൈത്താന്റെ മാലിന്യത്തെ ദുർബോധനം നിങ്ങളിൽ നിന്ന് നീക്കുവാനും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാകാനും അത് മുഖേന നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്താനും ആയിരുന്നു അത്. എന്ത്? അല്ലാഹ് ആകാശത്തു നിന്ന് മഴ പെയ്യിപ്പിച്ചത് എന്തിന്? യുദ്ധത്തിൽ ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങൾ ഉറച്ചു നിൽക്കുന്നതിനാണ് മഴ പെയ്തതാണ്. ശരിക്ക് ബദറിന്റെ ചരിത്രം പഠിക്കുന്നിടത്ത് നമ്മൾ കാണാൻ പറ്റും. മണൽ നിറഞ്ഞ ഒരു ബദറിന്റെ ഭൂമി. ശത്രുക്കൾ ആദ്യം നിന്ന സ്ഥലം അടിപൊളി സ്ഥലമായിരുന്നു, വിശ്വാസികൾ നിന്ന സ്ഥലവും അത്ര പോരായിരുന്നു. അപ്പൊ സഹാബികൾ ഒരാൾ ചോദിക്കേണ്ട നബിയോട്, നബിയെ ഇത് വഹിയാണോ? ഇവിടെ നിൽക്കണം എന്നുള്ളത് വഹിയാണോ? അല്ല, എൻ്റെ തീരുമാനം. എങ്കിൽ നബിയെ നല്ലത് കുറച്ചും കൂടി അപ്പറാണെന്നാണ്. ശ്രദ്ധിക്കട്ടെ, പോയിന്റ് മനസ്സിലായി? കുറച്ചും കൂടി അപ്പറാണ്. അങ്ങനെ ആ സഹാബി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ചെല്ലണത്. അവിടെ ചെന്നപ്പോഴും വലിയൊരു ഇതൊന്നുമില്ല. പക്ഷെ മഴ പെയ്തതോടുകൂടി എന്താ ചെയ്തു? ഈ ഭൂമിയുടെ ഉറച്ചു. അവരൊരു ഹൗദ് കെട്ടി. ആ ഹൗദിനെ കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ മോയിൻകുട്ടി വൈദ്യർ പണ്ട് പാട്ടൊക്കെ പാടിയത്. നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഞാനിപ്പോൾ അത് പാടുന്നില്ല. പക്ഷെ ഒരു ഹൗദൊക്കെ കെട്ടി ആ ഹൗദിൽ വെള്ളം നിറച്ച് കുടിക്കാനും അവരുടെ സൗകര്യത്തിന് ഒതുക്കാനും നിസ്കരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഇപ്പുറത്തെ ഭൂമി പാകപ്പെട്ടു. പക്ഷെ അപ്പുറത്തെ ഭൂമി ആകെ നാശമായി. അതാകെ ചളിയും പുളിയൊക്കെ ആയിട്ട് അവർക്ക് നേരവണ്ണം കാലൂത്താൻ കഴിയാതെ ടെൻ്റൊക്കെ ആകെ നനഞ്ഞ് അവരെ കൊട്ടും വാദ്യങ്ങളൊക്കെ ആകെ മുടങ്ങി. ചരിത്രത്തിൽ ഇങ്ങനെ പോയി നമ്മളാകെ ചിലപ്പോൾ ചിരിക്കുകയാണ്. അത്രക്കും ഒരു വഷളായിപ്പോയി ഒറ്റ മഴ കൊണ്ട്. ഇവിടെയാണെങ്കിലും ഇവിടെ മനോധൈര്യം വർദ്ധിച്ചു, സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റി. എല്ലാറ്റിലുപരി അവരുടെ പാദങ്ങളെ ഭൂമിയിൽ നിർത്താൻ പറ്റുന്ന രീതിയിലേക്ക് അല്ലാഹു മണ്ണിനെ പാകപ്പെടുത്തി. ഇതിനകത്ത് വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ, സഹാബി ചോദിക്കേണ്ട നബി ഇവിടെയാണോ നല്ലത് അതല്ല അപ്പുറത്തല്ലേ നല്ലത് ചോദിക്കേണ്ടത്. അതിൽ വേറൊരു പോയിന്റ് അല്ല, അതിൽ പ്രധാനപ്പെട്ട വിഷയം അല്ലേ. അതായത് വഹിയാണോ എന്ന് ചോദിക്കും. വഹിയാണെങ്കിൽ എന്താ നിലപാട്? പിന്നെ എനിക്കൊന്നും പറയല്ല. വഹിയാണെങ്കിൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റില്ല, കാരണം വഹിയാണ്. അതല്ല, വഹിയല്ല അവിടുത്തെ സ്വന്തം അഭിപ്രായമാണെങ്കിലോ എങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയുമെന്ന്. അപ്പൊ നോക്കിങ്ങള്, ഇത് നമ്മൾ പഠിക്കുന്ന ഒരു പാഠം അറിയും. വഹിയാണെങ്കിൽ പിന്നെ ഉണ്ടാൻ പാടില്ല. സമയന വാർത്തകന, താടി നീട്ടണം എന്നുള്ളത് വഹിയാണ്. പിന്നെ ഇമ്മ ചിരണ്ടാൻ പാടില്ല. സമയന വാർത്തകനാണ്. നെര്യാണിക്ക് മുകളിൽ പുരുഷൻ വസ്ത്രം ധരിക്കണം, വഹിയാണ്. പിന്നെ നമ്മളെ അഭിപ്രായം പറ്റൂല. ഇസ്ലാമിലെ ജിൽബാബ് മുഴുവനും ധരിക്കണം എന്നാണ്, പിന്നെ നമ്മളെ അഭിപ്രായം പറ്റൂല. സാമ്പത്തിക ഇടപാടുകൾ എഴുതി വെക്കണം എന്നാണ്, വഹിയാണ്. പിന്നെ നമ്മളെ അഭിപ്രായം പറ്റൂല, വഹിയാണ്. സമയന വാർത്തകന. വഹിയാണോ എന്നാ ചോദിക്കുന്നത്. വഹിയാണെങ്കിൽ എനിക്ക് അഭിപ്രായമില്ല. ബദറില് നമ്മുടെ മുവാഹിദീങ്ങൾക്ക് മുഖലിസീങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് പാടുണ്ട്. ഞാൻ അത്രത്തോളം ഉള്ളിലേക്ക് പോകാത്തതെന്ന് വെച്ചാൽ സമയം നമുക്ക് മതിയാവില്ല, അതുകൊണ്ടാണ്. ശരി, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ സൗകര്യങ്ങൾ ബദറിൽ മുസ്ലിങ്ങൾക്ക് ചെയ്തു കൊടുത്തു. മാത്രമല്ല, മലക്കുകളുടെ എണ്ണം അല്ലാഹു സ്വഹാബത്തിന്റെ ദൃഷ്ടിയിൽ മുശ്രിക്കുകളുടെ എണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിന്റെ ദൃഷ്ടിയിൽ ചെറുതാക്കി തോന്നിപ്പിക്കും. അവിടെ 1000 3 ഇരട്ടി ആളുകളാണ്. പക്ഷെ ഏകദേശം നമ്മളെക്കാളും കുറച്ചുള്ളൂ എന്നുള്ള നിലക്ക് തോന്നിപ്പിച്ചു. ഇത് വല്ലാത്ത
എത്ര അത്ഭുതമല്ലേ. നല്ലൊരു 5-8 ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള നല്ലൊരു ആചാനുഭവമായ മനുഷ്യൻ വരുമ്പോൾ നമ്മളെ കണ്ണിലൂടെ ചെറുതായി തോന്നിയാൽ നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാവില്ല. ഭയം ഉണ്ടാവില്ല. അള്ളാഹു ഭയത്തെ ഇല്ലാതാക്കി. ഞാൻ പറഞ്ഞല്ല, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ സൂറത്തു അൻഫാലിലെ 44-ാമത്തെ ഞങ്ങളോടെന്ന് പറയുന്നത് വെറും ഖുർആനിലെ ആയത്ത് മാത്രമാണ്. ഹദീസ് പറഞ്ഞിട്ട് ചരിത്രം പറഞ്ഞിട്ട് അതൊക്കെ മാറ്റിച്ച ആയത്ത് മാത്രം. എന്തായത് وَإِذْ يُرِيكُمُوهُمْ إِذِ الْتَقَيْتُمْ فِي أَعْيُنِكُمْ قَلِيلًا وَيُقَلِّلُكُمْ فِي أَعْيُنِهِمْ നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ അവരെ ശത്രുക്കളെ എണ്ണത്തിൽ കുറഞ്ഞവരായി കാണിക്കുകയും ചെയ്യുന്ന സന്ദർഭം. وَيُقَلِّلُكُمْ فِي أَعْيُنِهِمْ അവരുടെ കണ്ണുകളിൽ നിങ്ങളെ എണ്ണം കുറഞ്ഞവരായി കാണിക്കുകയും ചെയ്ത സന്ദർഭം. എണ്ണക്കുറവുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആൾക്കാരുള്ളൂ എന്ന് തോന്നിപ്പിച്ചു. സത്യത്തിൽ ഇവിടെ കുറച്ച്, പക്ഷെ അവിടെയും കുറച്ചേ ഉള്ളൂ എന്ന് ആർക്ക് തോന്നി? മുസ്ലിങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് എന്താ മെച്ചെന്ന് വെച്ചാല് അവരുമായി യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാക്കിയതാണ് തഫ്സീർ. അവരുമായി യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായി. മാത്രമല്ല യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതെ നിങ്ങളുമായി യുദ്ധം ചെയ്യാൻ അവർ മുന്നോട്ട് വരികയും ചെയ്തു. അതിനെന്താ മെച്ചം? മുഫസ്സിറുകൾ പറയാണ്, അതുവഴി അവർ വധിക്കപ്പെട്ടവരാകാനും അതുവഴി അവർ തടവിലാക്കപ്പെട്ടവരാകാനും അതുവഴി ഇത്രയും കാലം ഉമ്മത്തിനെതിരെ അവർ നടത്തിയിരുന്ന എല്ലാ ക്രൂരതകൾക്കുമുള്ള പകരം വീട്ടലിനും അല്ലാഹു തആല സഹായം നൽകിയതാണ്. നമുക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞു മനസ്സിലായോ? നോമ്പായതുകൊണ്ട് ചെറിയ പരിമിതികൾ ഉണ്ടാവുന്നാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിലും ഉപരി വിഷയങ്ങൾ ഉൾക്കൊണ്ടാനുള്ള തൗഫീഖ് നമുക്ക് കാണാൻ. ഇങ്ങനെ പൂർണ്ണമായ വിജയം ബദറിൽ മുസ്ലിങ്ങൾക്കുണ്ടായി. ശരിക്കും നിങ്ങൾ ആലോചിച്ചോക്കെ, എണ്ണത്തിലും സജ്ജീകരണങ്ങളിലും കുറവുണ്ടായിട്ടും ശത്രുക്കളെ പരാജയപ്പെടുത്തിയത് അള്ളാഹുവിന്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്തൊക്കെ സഹായം? മലക്കുകളെ നൽകി, ഉറക്കം നൽകി, മഴ നൽകി, എല്ലാം അനുകൂലമാക്കി തന്നു. ശത്രുക്കളെ കണ്ണിൽ നിസ്സാരന്മാരാക്കി. ഇതൊക്കെ അള്ളാഹ് പറഞ്ഞതാണ്. ഇനി ഒരുപാടുണ്ട്. അത് മതി, 4 മതി പഠിക്കാൻ പാകത്തിന്. എന്നിട്ടോ അള്ളാഹുവിന്റെ സഹായം ഒന്ന് മാത്രമാണ്. നമ്മൾ ആലോചിക്കും, ബദറിന് നമ്മൾ പഠിക്കുമ്പോൾ ബദറിന് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഒന്ന് മനസ്സിരുത്തി ഇങ്ങനെ വായിച്ചാൽ ബദറിൽ നമുക്ക് കിട്ടുന്ന കാര്യം തരും. സഹായം, നസ്ർ, ഫത്ഹ് അത് അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ് എന്നത് ബദറിൽ നിന്ന് നമുക്കുള്ളൊരു പാഠമാണ്. ഫത്ഹ് അള്ളാഹിന്റെ അടുത്ത് നിന്ന് മാത്രം. അത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എനിക്ക് നീ ഫത്ഹ് നൽകണേ, എന്റെ കാര്യങ്ങളിലൊക്കെ നീ തുറവി നൽകണേ എന്ന് നമ്മൾ റബ്ബിനോട് പറയണം. ഇൽമിയായിട്ടും ഫത്ഹ് കിട്ടാണ്ട്, അമലിയായിട്ടും നമുക്ക് ഫത്ഹ് കിട്ടാണ്ട്. അഖീദന്റെ ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നാൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് സിറാത്തുൽ മുസ്തഖീം ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യത്തിൽ നമുക്ക് തുറവി ലഭിക്കണം. തുറവി ലഭിക്കാത്തതാണ് പലപ്പോഴും നമുക്ക് പ്രയാസം ഉണ്ടാകും. എല്ലാറ്റിലും ഒരു ഫത്ഹ്, മക്കളിൽ, ഇണകളിൽ, കുടുംബത്തിൽ, താമസത്തിൽ, സൗകര്യങ്ങളിൽ, ആരോഗ്യം, എല്ലായിടത്തിലും ഫത്ഹ് ഉണ്ടാകണം. അല്ലാഹുവിന്റെ സഹായ നസ്റും അവിടെ ഉണ്ടാകും. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നമുക്ക് അല്ലാഹു ഫത്ഹും നസ്റും പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്താ ദലീൽ? 8-ാമത്തെ അധ്യായം സൂറത്ത് അൻഫാലിന്റെ 10-ാമത്തെ ആയത്ത്. എന്തായത്? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. ഇതെവിടെ പറയുന്നതറിയോ? ഇതെവിടെ പറയുന്നത്? നിങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം 8-ാം അധ്യായം സൂറത്ത് അൻഫാലിന്റെ 10-ാമത്തെ ആയത്ത്. ഏത്? ഈ മഴ വർഷിപ്പിച്ചതിനെ സംബന്ധിച്ചും മലക്കുകൾ ഇറക്കിയതിനൊക്കെ കുറിച്ചൊക്കെ പറയുന്നതിനിടയിൽ അള്ളാഹു പറയുന്നുണ്ട്, വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ വലിതത്മഇന്ന ബിഹി ഖുലൂബുകും. ഒരു സന്തോഷ വാർത്തയായിക്കൊണ്ടും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് അള്ളാഹു അത് ഏർപ്പെടുത്തിയത്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നല്ലാതെ യാതൊരു സഹായവുമില്ല. മലക്കുകൾ ഇറക്കിയത് അള്ളാന്റെ സഹായമാണ്. മഴ കിട്ടിയത് അള്ളാന്റെ സഹായമാണ്. യുദ്ധത്തിന്റെ തലേന്ന് ഉറങ്ങാൻ കഴിഞ്ഞത് അള്ളാന്റെ സഹായമാണ്. ശത്രുക്കളെ ചെറുതായി തോന്നിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ സഹായമാണ്. പുറമേ അള്ളാഹു വീണ്ടും സഹായം നൽകി അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ആശ്വസിപ്പിക്കുന്നു. ഒരുപാട് സഹായ വാഗ്ദാനങ്ങൾ. എണ്ണപ്പെരുപ്പത്തിലോ യുദ്ധസന്നാഹങ്ങളുടെ ആധിക്യത്തിലോ ഒന്നുമല്ല വിജയം. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും അങ്ങനെ തന്നെ, എന്നും അങ്ങനെ തന്നെ. കുറെ കോപ്പും ആളും ഉണ്ട് എന്നുള്ളതല്ല, മറിച്ച് വിജയം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ഇത് വല്ലാത്തൊരു പാഠമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ ഇഷ്ടദാസന്മാരെ സഹായിക്കും. തന്റെ സഹായം കൊണ്ട് അവർക്ക് പിൻബലം നൽകുകയും ചെയ്യും.
കാരണം എന്താ, ബദറിൽ ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് 3-ാം അധ്യായം സൂറത്തു ആലി ഇമ്രാന്റെ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതയോ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തുന്നു. ഈ ആയത്ത് മുഴുവൻ വായിച്ചാൽ നമുക്ക് വല്ലാത്തൊരു ആശയമാണ് അതിന് അല്ലാഹു തആല പറഞ്ഞത്. ആയത്തിന് മുഴുവൻ വായിക്കണം. ഒരു ഹോംവർക്ക് ആയിട്ട് എനിക്ക് തരാണ്. 3-ാമത്തെ അധ്യായം ആലി ഇമ്രാൻ 13-ാമത്തെ ആയത്ത് മുഴുവൻ വായിക്കണം. അല്ലാഹ് അവൻ ഉദ്ദേശിക്കുന്നവരെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തുന്നതാണ്. ഇത് റബ്ബ് ഓഫറാണ്, അന്നും ഇന്നും എന്നും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിജയവും സഹായവും അവനിൽ വിശ്വസിച്ചവർക്കുള്ളതാണ്. അവിടെയാണ് പോയിന്റ്. ആർക്കാണ് സഹായം? അല്ലാഹുവിൽ വിശ്വസിച്ചവർക്ക്. ആർക്കാണ് വിജയം? അല്ലാഹുവിൽ വിശ്വസിച്ചവർക്ക്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആഖിബത്ത് പര്യവസാനമാർക്കാണ്? മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു പറഞ്ഞത്. അത് ന്യൂനപക്ഷമായാലും ശരി ഭൂരിപക്ഷമായാലും ശരി, വിശ്വാസം, ഈമാൻ, ഇഅ്തിഖാദ്, അതാണ് അള്ളാഹുവിന്റെ പരിഗണനക്ക് ആധാരം. ഈമാൻ, അതാണ് രണ്ട് ലോകത്തിന്റെയും വിജയത്തിന്റെ ആധാരം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തൗഹീദിന്റെ വിജയമാണ് ബദറിൽ സംഭവിച്ചത് എന്നതാണ് എന്നെയും നിങ്ങളെയും ഏറ്റവും സന്തോഷിപ്പിക്കേണ്ടത്. തൗഹീദിന്റെ വിജയം. കാരണം എന്താ, അല്ലാഹ് ബദറിന്റെ പേരെടുത്തിട്ട് പറയും, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. തീർച്ചയായും നിങ്ങൾ ദുർബലരായിരിക്കെ ബദറിൽ വെച്ച് അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതായത് എണ്ണവും യുദ്ധക്കോപ്പുകളും കുറവായിരിക്കെ തന്നെ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. റബ്ബല്ലാതെ മറ്റൊരു അഭയകേന്ദ്രമില്ല എന്ന് ബദർ നമ്മെ പഠിപ്പിക്കുന്നു. ബദർ നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠം അള്ളാഹു അല്ലാതെ മറ്റൊരു അഭയകേന്ദ്രമില്ല എന്നാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു സഹായി ഇല്ല എന്നാണ്. അള്ളാഹു അല്ലാതെ വേറൊരു രക്ഷകനില്ല എന്നതാണ്. റബ്ബിനോട് മാത്രമേ തേടാവൂ എന്ന് വിശ്വസിച്ച് ആചരിച്ചത് കൊണ്ടാണ് ബദരീങ്ങളിൽ പ്രയാസമൊക്കെ സഹിച്ചത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു വന്നു അള്ളാന്റെ റസൂലത്ത് മുഹമ്മദേ, ഒരു പണി, നീ ആരാധിക്കുന്നതിൽ ഞങ്ങൾ നിന്റെ കൂടെ ആരാധിക്കണം ഒരു കൊല്ലം. പിന്നെ നീ എന്ത് ചെയ്തു? ഞങ്ങൾ ആരാധിക്കുന്നതിന് നീയും ആരാധിച്ചു. അപ്പൊ നമുക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, എന്താ ഓലും അള്ളാനെ ആരാധിച്ചിട്ടില്ലേ? ഉണ്ട്, അള്ളാനെ ആരാധിച്ചിട്ടുണ്ട്. വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ശിർക്ക് വെച്ചിട്ട് ആരാധിച്ചു. അവർ അള്ളാഹ്ക്കും ആരാധിക്കും, അള്ളാഹല്ലാത്തവരെ ആരാധിക്കും. അള്ളാഹ്ക്ക് നിറച്ചു കൊടുക്കും, അള്ളാഹല്ലാത്തവർക്ക് നിറച്ചു കൊടുക്കും. അള്ളാഹിന്റെ പേര് സത്യം ചെയ്യും, അള്ളാഹല്ലാത്തവരുടെ പേര് സത്യം ചെയ്യും. അല്ലെ, നിസ്കരിക്കും, കഅബയെ തവാഫ് ചെയ്യും, ഹജ്ജ് ഉംറ നടത്തും, തൽബിയത്തുണ്ട്, അതുപോലെ ഹജ്ജുണ്ട്, ഉംറയുണ്ട്, നേർച്ചയുണ്ട്. ജാഹിലിയത്തിൽ പോലും നേർച്ചയുണ്ട്. അതുകൊണ്ടാണ് ഉമർ ഖത്താബിനോട് പറഞ്ഞത്, ഞാനിങ്ങനെ നേർച്ചയാക്കാൻ ഉദ്ദേശിച്ച നബിയെ മസ്ജിദുൽ ഹറാമിൽ. അപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ, ആ നേർച്ച വീട്ടിക്കോ, അന്നത്തെ നേർച്ച അന്ന് വീട്ടിക്കോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കണം, ഇതെല്ലാം മുശ്രിക്കുകൾ. പക്ഷെ എപ്പോഴാണ് മുശ്രിക്കായത്? അള്ളാഹുവിൽ പങ്കു ചേർത്തു. ഇബ്രാഹിമിനെ വിളിച്ചു, ഇസ്മായിൽ നബിനെ വിളിച്ചു, ലാത്തിനെ വിളിച്ചു, ഉസ്സനെ വിളിച്ചു, ഹുബലിനെ വിളിച്ചു, വിഗ്രഹങ്ങളൊക്കെ അവർ വിളിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ശിർക്ക് വന്നത്. അതിന് കാരണം എന്താ? അതാണ് കാരണം. ശഫാഅത്തിന് വേണ്ടി, തഖർറുബിന് വേണ്ടി. ഇതേന്ന് അവരുടെ പ്രശ്നം ഉണ്ടായത്. ആ പ്രശ്നം തന്നെയാണ് ഇന്നും പലരുടെയും പ്രശ്നം. ഇന്നത്തെ ആൾക്കാരെ ഞാൻ അവിടെ ഉദ്ദേശിക്കണില്ല, നമുക്ക് മനസ്സിലാവുമല്ലോ. സൂചിപ്പിക്കാൻ പറഞ്ഞാൽ തന്നെ മനസ്സിലാവൂലേ? ശരി, അതായത് ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്നതിന്റെ പേരിലാണ് ബദറുണ്ടായത്. ബദറുണ്ടായത് എന്തിനാ ബദറുണ്ടായത് വെച്ചാൽ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം, സഹായത്തേട്ടം അള്ളാഹിനോട് മാത്രം, അഭയത്തേട്ടം അള്ളാഹിനോട് മാത്രം. നമ്മളെ മറ്റേ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്തിഗാസ, ഇസ്തിആന, ഇസ്തിആദ, നദർ, ഹൽഫ്, ബലി, അങ്ങനെ എന്താ പറയാ, ഖുർബാൻ, എല്ലാം അള്ളാഹ്ക്ക് മാത്രം എന്നതിന്റെ പേരിലാണ് ബദറുണ്ടായത്. ഒരാൾ പണ്ട് പരിഹരിച്ചു, നിങ്ങൾക്കുണ്ടൊരു മാത്രം, മറ്റാക്കുണ്ടൊരു മൂത്രം. ചെറുപ്പക്കാർക്ക് മനസ്സിലാവില്ല ഈ മൂത്രത്തിന്റെ ആളാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്. ഉണ്ടായത് ജയിച്ചിട്ടുണ്ടോ? മരിച്ചു ലാലു പ്രസാദ് യാദവ് അല്ലേ? മൂത്രം നിങ്ങൾക്കുണ്ടൊരു മാത്രം, മറ്റേക്കൊരു മൂത്രം. കളിയൊക്കെ നമ്മളെ ശരിയാണ്. ആ മാത്രത്തിൽ തന്നെ അവിടെ പിടിച്ചു കിടക്കണം. മാത്രത്തിന് വേണ്ടിയിട്ടാണ് ബദറുണ്ടായത്. മാത്രത്തിന് വേണ്ടി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, റമദാൻ 17 വരുമ്പോൾ ബദറിനെ സ്മരിക്കുന്നവരുണ്ട് നമ്മുടെ നാടുകളിൽ.
എല്ലാ സ്മരണയും നിങ്ങൾ പരിശോധിച്ചു. ശിർക്കും ബിദ്അത്തും കുഫറും കയറിക്കൂടിയ സ്മരണകളാണ് മുസ്ലിം നാമധാരികളായ ചിലരുടേത്. പള്ളികളുടെയും മദ്രസകളുടെയും മുന്നിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത തിരക്കാണ്. ആഭാരവൃദ്ധ ജനങ്ങളും പള്ളിക്കും മദ്രസക്കും മുന്നിൽ ചട്ടിയും കൊട്ടയും വട്ടിയും പാത്രങ്ങളുമായി. കാരണമെന്താ? ബദർ ദിനമാണത്രേ, ബദരീങ്ങളുടെ ആണ്ടാണത്രേ, മൗലൂദ് ഉണ്ടത്രേ. എന്തിനാണ് ഈ ആണ്ടും മൗലൂദും ഒക്കെ എന്ന് ചോദിച്ചാൽ നിഷ്കളങ്കരായ സാധാരണക്കാര് പറയും ബദരീങ്ങളുടെ പൊരുത്തം കിട്ടാൻ, ബദരീങ്ങളുടെ സഹായം കിട്ടാൻ, ബദരീങ്ങളുടെ സഹായം കിട്ടാൻ. പ്രിയമുള്ളവരെ, അവരോട് നിഷ്കളങ്കമായി തന്നെ പറയുക, ബദരീങ്ങൾക്കാരാണ് സഹായം നൽകിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കോ? അല്ലാഹു സുബ്ഹാനഹു വ തആല. സത്യത്തിൽ നമുക്കാരാണ് സഹായം നൽകുന്നത്? അല്ലാഹുവാണ്. അല്ലാഹുവാണോ ബദരീങ്ങളാണോ നമ്മെ സഹായിക്കുന്നത്? അല്ലാഹു മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ബദരീങ്ങൾക്ക് ബദറിൽ സഹായിയായത് അല്ലാഹുവാണെങ്കിൽ 1400 വർഷങ്ങൾക്ക് ഇപ്പുറവും നമുക്ക് ജീവിതത്തിൽ സഹായിയാകുന്നതാരാ? അല്ലാഹു മാത്രം. അല്ലാഹു മാത്രം. അല്ലാഹു മാത്രം. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, ബദറിൽ ഏറ്റുമുട്ടിയത് ആരൊക്കെയാണ്? അത് മാത്രം പഠിച്ചാൽ മതി. ഒന്നാമത്തെ ടീം അള്ളാഹിനോട് മാത്രം തേടിയ ബദരീങ്ങൾ. രണ്ടാമത്തെ ടീമോ അള്ളാഹുവിനോടും അള്ളാഹുവിനോടൊപ്പം മഹാന്മാരോടും സഹായം തേടിയ, വിളിച്ചു തേടിയ, നേർച്ചർപ്പിച്ച മക്കത്തെ മുശ്രിക്കുകൾ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ടീം അള്ളാഹിനോട് മാത്രം തേടിയവർ. രണ്ടാമത്തെ ടീം അള്ളാഹിനോടൊപ്പം അല്ലാത്തവരെയും കൂടി വിളിച്ചു പ്രാർത്ഥിച്ചവർ. എന്നിട്ട് ആ ബദരീങ്ങളോട് തന്നെ നമ്മൾ സഹായം തേടി. അല്ലാഹു മുസ്തഅൻ. യാ അല്ലാഹ് എന്നതിന് പകരം യാ അഹ്ല ബദർ ശുഹദാ എന്ന് പറയുന്ന സ്ഥിതിവിശേഷം. എന്തൊക്കെ ചോദിക്കണം എന്നറിയാം. സുബ്ഹാനക്കെ അത് പാടാൻ നിന്ന ഒരു 10-25 പേരുണ്ട് പാടാൻ. അത്രയാണ്. അറബിയിലും മലയാളത്തിലും കൂടി തുണറപ്പന തുണറപ്പന എന്ന് പറഞ്ഞിട്ട് ആരെ തുണ? ഇവരെ തുണ കൊണ്ട, ഇവരെ തുണ കണ്ട. അത് ഈ ഇങ്ങനെ മൗലൂദ് കിതാബിന്റെ സൈഡ് കണ്ടോ? നമ്മൾ ഇങ്ങനെയുള്ള ചിരിച്ചേക്കുന്ന ഒരു ഭാഗത്ത് ചിരിച്ചിട്ട് കണ്ടോ? അവിടെ കാണാം, മുത്താൽ പടച്ച ദുനിയാവിൽ നിൽക്കുന്ന മൂപ്പര് മോഹിയദ്ദീൻ കാവലിലേകല്ലാ. അല്ലെ? അവിടെ അങ്ങനെ ഉണ്ടാവും. ഇവിടെ ദണ്ണം സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. എത്രത്തോളം അറിയാം. അപ്പൊ പുതിയതിലൊക്കെ കാണാം എന്ത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പുതിയതിലൊക്കെ. അന്നപ്പോ അതൊന്നുമില്ലല്ലോ, പേരിലില്ല, സാധനമുണ്ട്. പുതിയ നാട്ടിൻ പുറത്തുള്ള പാട്ടിലൊക്കെ ഉണ്ട്. സത്യത്തിനെ കുറച്ച് പാടൊക്കെ അത് വിചാരിച്ചത്. പക്ഷെ പള്ളിയൊക്കെതുണ്ട്, കുറെ പരിമിതിണ്ട്. എഴുതിങ്ങടെ വീട് അതങ്ങനെ പാടുക. എന്നിട്ട് ഒരാൾ പരാതി പറയാ, പണ്ടത്തൊക്കെ വീടിന്റെ ഉമ്മറങ്ങൾ എത്ര സന്തോഷകരമായിരുന്നു, ഓരോ വീട്ടിൽ നിന്നും ബദർ ശുഹദാക്കളുടെ വിളിയാളങ്ങൾ കേട്ടിരുന്നു. നമ്മുടെ പ്രവർത്തനം കൊണ്ട് അള്ളാന്റെ വിളി മാത്രമേ കേൾക്കുള്ളൂ. അതാണപ്പോ സങ്കടം. നമ്മളിങ്ങനെ കുറേ പ്രവർത്തിച്ചപ്പോ നമ്മളൊക്കെ ബദരീങ്ങളെ വിളിച്ചെടുത്ത് മാറിപ്പോ ആ അള്ളാന്ന് മാത്രമേ വിളിക്കുള്ളൂ. നമ്മളൊക്കെ വിളിച്ചതുകൊണ്ട് ഞാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്റെ ഒപ്പം മൊയിലിരുന്നു, വല്ലാതെ വിളിപ്പിച്ചിരുന്നില്ല, അള്ളാഹത്തിനെ വിളിപ്പിച്ചിരുന്നു. അതൊരു സമാധാനമുണ്ട്. എന്നാലും അറിയാതൊക്കെ ചെയ്തു പോയിരുന്നു. വാഫി വല്യാപ്പൊക്കെ വലിയ മൂല്യന്മാരെ, ഷാഫി പണ്ഡിതന്മാരെ, ഷാഫി ഫുദ്ധല. അതുകൊണ്ട് തന്നെ വലിയ ഗുണമാത്രം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അള്ള കഴിച്ചിലാക്കി ഇങ്ങോട്ട് എത്തിച്ചത്. അൽഹംദുലില്ലാഹ്. അല്ലെങ്കിൽ ഇപ്പോഴും തലയെക്കെട്ട് കെട്ടിയിട്ട് നിങ്ങളുടെ പള്ളിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് എതിരേക്കും അല്ലേ? പതിന്റെ കാവലാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങൾ നിങ്ങൾ ഇരിക്കണ പലരും അങ്ങനെ തന്നെ അല്ലേ? അല്ലേ? ഇപ്പൊ നമ്മള് പലരും അങ്ങനെ വന്ന് ഞാനിങ്ങനെ ഇവിടെ തുടങ്ങുമ്പോ തന്നെ ഫുള്ള് ഓതാൻ അറിയുന്നവരും പാടാൻ അറിയുന്നവരും ഇവിടെ ഉണ്ടാവും. കാരണം അത്ര ഇത് കാണാൻ പാടാ. ആയത്തിനെ കുറിച്ച് ചിലപ്പോൾ മുഴുവൻ അറിയില്ല, മങ്കൂസ് പോലും മുഴുവൻ ഓതാൻ നിൽക്കാറുണ്ട്. ഇതൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്. ദർശനം പഠിക്കുന്ന കാലത്ത് ഓതുമ്പോ ഒരു 4-5 മൗലൂദിൽ പോലും ഉണ്ടാവും. അപ്പൊ ഇത് തെറ്റാന്ന് അറിയുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് ഇതിൽ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് തോന്നിക്കണം. അപ്പൊ നിങ്ങൾ ഓതുമ്പോ ചിലപ്പോൾ ഒരു പേജൊക്കെ മറിക്കും. നമുക്ക് അറിയില്ലെന്ന് അറിയാം, നമുക്കറിയുന്ന കാര്യങ്ങൾ അതൊക്കെ ചിലപ്പോൾ 1-2 മറിക്കും. പക്ഷെ മറിക്കുമ്പോ കാരണമാരി വിളിക്കും. കാരണം ഓർക്കറിയാം. നേരെ മറിച്ച് ഖുർആൻ ഓതുമ്പോ 2 ആയത്ത് തെറ്റിക്കണില്ല, ഓർക്കറിയില്ല, കാരണം പഠിച്ചിട്ടില്ല. അവിടുന്ന് ഈ സമൂഹത്തെ ഖുർആൻ പഠിക്കുന്നിടത്തേക്ക് എത്തിച്ചതിൽ വലിയ പങ്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മളെ പൂർവികരായ പണ്ഡിതന്മാർക്ക് അള്ളാഹു തആല അത് കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ, അള്ളാഹു കൊടുത്തു നോക്കട്ടെ. എത്ര വലിയ ത്യാഗങ്ങൾ അവരൊക്കെ നയിച്ചു. നമ്മളൊന്നും ഒന്നും ചെയ്യണില്ല. ഇസ്ത്രി ചുളിയാത്ത നടത്താൻ നമ്മളൊന്നും ആരും പറയുന്നില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ
ഇപ്പൊ ചിലര് പറയാൻ ഞങ്ങളെ കാക്ക കാരണവന്മാരായിട്ട് അങ്ങനെയാണ്, ഞങ്ങളുടെ പാരമ്പര്യം എങ്ങനെയാണ്, ഇത് ഞങ്ങളെ വാപ്പ വാപ്പാന്റെ വാപ്പ വാപ്പാന്റെ 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 വാപ്പ അങ്ങനെ വല്ലാതെ പോകില്ല. കുറച്ച് 5-6 കഴിഞ്ഞാൽ പിന്നെ ചാത്തനും കോപ്പനും മൂപ്പനൊക്കെ പറ്റണത്ര പോയാലും പാരമ്പര്യം പറയും. കാക്ക കാരണവന്മാരുടെ പാരമ്പര്യം പറയും ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു, ഞങ്ങളൊക്കെ ഇത് പാടിയതായിരുന്നു. എന്നാൽ ബദരീങ്ങളുടെ പാരമ്പര്യം എന്താ? ബദരീങ്ങളോട് തേടലല്ല, അള്ളാഹുവിനോട് തേടലാണ്. അള്ളാഹുവിനോട് തേടലാണ് ബദരീങ്ങളുടെ പാരമ്പര്യം. നോക്കൂ, നമ്മുടെ ബദറിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇദ് തസ്തഗീതൂന റബ്ബകും ഫസ്തജാബ ലക്കും. അവിടുന്ന് പിന്നെ എല്ലാം ഉണ്ടാവുന്നത്. ആ ഒരൊറ്റ ദുആയിനാണ് പിന്നെ ഒക്കെ ഉണ്ടാവുന്നത്. 8-ാം അധ്യായം സൂറത്ത് അൻഫാലിന്റെ 9-ാമത്തെ ആയത്ത്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം നേടിയ സന്ദർഭം, എന്നിട്ട് അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകുകയുണ്ടായിരുന്നു. ബദറിന്റെ യുദ്ധ ദിവസം നിങ്ങളുടെ ശത്രുവിനെതിരെ വിജയം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ സഹായം നേടി. നബി ഖിബലക്ക് നേരെ തിരിഞ്ഞു. മുണ്ടിങ്ങനെ തോളിലിട്ട മുണ്ടിങ്ങനെ ചാടാനായി തുടങ്ങി. നബി ഇങ്ങനെ അള്ളാഹിനോട് പറഞ്ഞോണ്ടി, അല്ലാഹുമ്മ അൻജിസ് ലി മാ വഅഅതനി, അല്ലാഹുമ്മ ആതി മാ വഅഅതനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹി അൽഇസാബ മിൻ അഹ്ലി ഇസ്ലാം ലാ തുഅബദ ഫിൽ അർദ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അന്നതില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാവില്ല. ഈ പ്രാർത്ഥന മുന്നിൽ വെച്ചിട്ടാണ്, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്ത് നൽകണേ. അല്ലാഹുവേ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഈ കൊച്ചു സംഘത്തെ നശിപ്പിക്കുകയാണെങ്കിൽ നീ ഭൂമിയിൽ ആരാധിക്കപ്പെടുകയില്ല. നബിയുടെ മേൽമുണ്ട് ചുമലിൽ നിന്ന് ഊർന്നു വീഴുന്നത് വരെ അവിടുന്ന് ഇങ്ങനെ അല്ലാഹുവിലേക്ക് കൈയുയർത്തിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അവിടുത്തെ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് നബിയോട് പറഞ്ഞു, റസൂലേ മതി, ഇനി നിർത്തി, മതി, അങ്ങയുടെ റബ്ബിനോട് ചോദിച്ചത് മതി, അവൻ അങ്ങേക്ക് നൽകിയ വാഗ്ദാനം പൂർത്തീകരിക്കുക തന്നെ ചെയ്യുന്ന. നബി നിർത്തിയില്ല. നബി പറഞ്ഞോണ്ടേ. ബദരീങ്ങളിൽ 1-ാമത്തെ നേതാവായ റസൂൽ തേടിയത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. സിദ്ദീഖുൽ അക്ബർ തേടിയത് അള്ളാഹുവിനോടാണ്. 300 ചില്ലാൻ സഹാബത്ത് തേടിയത് അള്ളാഹുവിനോടാണ്. എന്നിട്ടും പ്രിയമുള്ളവരെ, എങ്ങനെ ആളുകൾ ആ റസൂലിനോടും സഹാബത്തിനും തേടും? അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്ത് മുഴുവൻ അള്ളാഹ്ക്ക് മാത്രം. അപ്പൊ ഇവിടെ ചോദ്യമുണ്ട്, കാക്കകാരന്മാരുടെ പാരമ്പര്യമാണോ ബദരീങ്ങളുടെ പാരമ്പര്യമാണോ? ഏതാണ് പാരമ്പര്യം? ഇവിടെ ഉത്തരം പറഞ്ഞ ഏതാ പാരമ്പര്യം? ബദരീങ്ങളുടെ പാരമ്പര്യമാണ്. ഏതാണ് ഉത്തമം? ബദരീങ്ങളുടെ പാരമ്പര്യമാണ്. റബ്ബിനോട് മാത്രം തേടിയ പാരമ്പര്യം, ചോദിച്ച പാരമ്പര്യം, അർപ്പിച്ച പാരമ്പര്യം, സമർപ്പിച്ച പാരമ്പര്യം. നോക്കി നിങ്ങൾ, ഇതാണ് പാരമ്പര്യം. അതല്ലാതെ ബദറാണ്ട്, ബദർ മൗലിദ്, ബദർ മാല, ഇതൊന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽപ്പെട്ടതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ ബദരീങ്ങളടക്കമുള്ള ഉത്തമ തലമുറയോ പഠിപ്പിച്ചതിൽപ്പെട്ടതല്ല. അതിനാൽ ബദരീങ്ങളുടെ മാർഗത്തിലേക്ക് മടങ്ങുക എന്നത് മാത്രമേ നമുക്ക് അവരോടും നമ്മോടും പറയാനുള്ളൂ. എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. ബദരീങ്ങളുടെ മാർഗം എന്താ? ബദരീങ്ങളുടെ മാർഗം വിശ്വാസം, സഹനം, ത്യാഗം, അർപ്പണം, വിനയം, അനുസരണം, അച്ചടക്കം, സമർപ്പണം, ലക്ഷ്യബോധം, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഹുബ്ബ്. സ്വർഗത്തെ കൊതിച്ചവർ. എന്തിനെ കൊതിച്ചവർ? സ്വർഗത്തെ കൊതിച്ചവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു സംഭവമുണ്ട് ഹദീസിൽ. ഇമാം മുസ്ലിം 1901 നമ്പർ ഹദീസാണ്. സ്വഹാബത്തിനോട് പറയുന്ന നബി, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് മുന്നേറുക. അൻസാരിയായ ഉമൈർ ഇബ്നു ഹുമാം 14 ശുഹദാക്കളുടെ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് കാണാം. ഉമൈർ ഇബ്നു ഹുമാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമോ? അവിടുന്ന് പറഞ്ഞ അതേ സഹാബ, അതെ. അപ്പോൾ ഉമൈർ പറഞ്ഞു, ബഖിൻ. ഇതൊരു അത്ഭുതത്തെ കുറിക്കുന്ന പദമാണ്. അപ്പൊ നബി ചോദിച്ചു, എന്തിനാണ് ഉമൈർ നീ ഇങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വർഗക്കാരിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി. നബി പറഞ്ഞു, നീ അവരിൽ ഉൾപ്പെട്ടവരാണ്. അപ്പോൾ ഉമൈർ കയ്യിലുണ്ടായിരുന്ന അമ്പുകുറ്റിയിലുണ്ടായിരുന്ന കുറച്ച് ഈന്തപ്പഴമെടുത്ത് തിന്നാൻ തുടങ്ങി. പിന്നെ അത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഈന്തപ്പഴങ്ങൾ തിന്നുന്നത് വരെ ജീവിച്ചിരിക്കുക എന്നത്
വളരെ നീണ്ട ജീവിതം തന്നെയാണ്. എത്ര മിനിറ്റ് വേണം അത് തിന്നാൻ? അതൊരു വലിയ ജീവിതമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നത് വരെ ശത്രുക്കളോട് അദ്ദേഹം യുദ്ധം നടത്തുകയും ബദറിൽ അദ്ദേഹം ഷഹീദാവുകയും ചെയ്യുന്ന ഈന്തപ്പഴങ്ങൾ കുറച്ച് കടിച്ചിട്ട് അത് വലിച്ചെറിഞ്ഞിട്ട് ഇത് കുറെ സമയമെടുക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വർഗത്തിന്റെ മാർഗത്തിലേക്കുള്ള ഒരു പിടി കാരക്കേക്കാൾ അദ്ദേഹം പ്രാധാന്യം കണ്ടത് സ്വർഗമാണ്. നമ്മളോ പ്രിയമുള്ളവരെ, നമ്മളോ അവരാഗ്രഹിച്ചതും പ്രയത്നിച്ചതൊക്കെ സ്വർഗത്തിനായ. അവര് ദീനുൽ ഇസ്ലാം കൊണ്ട് ആഗ്രഹിച്ച സ്വർഗമാണ്. അവര് ദീന് കൊണ്ട് ലക്ഷ്യം വെച്ചത് സ്വർഗം മാത്രമാണ്. നമ്മളോ പ്രിയമുള്ളവരെ, നമ്മളോ ബദറിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ പഠിക്കണ ബദരീങ്ങളുണ്ട് 300 ചില്ലാനും വരുന്ന ആളുകൾ. ഓരോരുത്തരുടെയും ചരിത്രം കിട്ടാണ്ട് ഇൻഷാ അല്ലാഹ് വരുന്നില്ല. അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഓരോ ആളുകളും ഷഹീദായതിന്റെ ലിസ്റ്റ് വരെ ഇസ്ലാമിക ലോകത്തുണ്ട്. ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പല ബദരീങ്ങളും പ്ലേഗ് വന്നിട്ട് മരിച്ചവരുണ്ട്. പ്ലേഗ് വന്നിട്ട് ഇവിടുന്ന് പലതെണ്ണം വസൂരി വന്നിട്ട് മരിച്ചവരുണ്ട്. ഏത് ബദരീങ്ങളിൽപ്പെട്ട അപകടത്തിൽ മരിച്ചവരുണ്ട്, കുത്തേറ്റ് മരിച്ചവരുണ്ട്, വെടിയെ എന്താ പറയാ അമ്പ് കൊണ്ട് മരിച്ചവരുണ്ട്. അവരോടൊക്കെ കാവലി ചോദിക്കണം ഇന്നത്തെ കാലത്ത്. എത്ര വൈരുദ്ധ്യം ആലോചിക്കുകയാണ്, എത്ര വലിയ വൈരുദ്ധ്യം. നമ്മുടെ അന്നത്തിന്റെ നമ്മുടെ ജീവിതത്തിൽ ബദരീങ്ങളെ കാണുന്നവരുണ്ട്. തിന്നാനുള്ള മാർഗം സത്യത്തിൽ ബദരീങ്ങൾ സ്വർഗത്തിന്റെ മാർഗമാണ്, നരകമോചനത്തിന്റെ മാർഗമാണ്. 300 ചില്ലാനും സ്വഹാബത്തിന് മാത്രമല്ല, ലക്ഷക്കണക്കിന് സ്വഹാബത്തിന്റെ ചരിത്രം അള്ളാന്റെ ഖുർആനിലെ 100 ചില്ലാനും ആയത്തുകളിൽ പരാമർശിക്കുന്ന സ്വഹാബത്തിന്റെ ചരിത്രം. അതിൽപ്പെട്ടത് ബദരീങ്ങൾ, സ്വർഗത്തിന്റെ അഹ്ലുസുന്ന വൽ ജമാഅ, അത്വാഇഫത്തുൽ മൻസൂറ, അസ്സലഫിയ്യ. ഇതൊക്കെ നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? സ്വഹാബത്തിനെ, ബദരീങ്ങളെ. ഈ ബദരീങ്ങൾ അടക്കമുള്ള സ്വഹാബത്തിനെ ആലോചിക്കുക. അവരുടെ മാർഗത്തെ കുറിച്ച് പഠിച്ച അത്ഭുതപ്പെട്ടു. ഒരായത്ത് അതങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് പകർത്തുന്നു, ഒരു ഹദീസ് അതങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് പകർത്തുന്നു. ചില ആയത്തൊക്കെ കേൾക്കുമ്പോഴേ നമ്മളൊക്കെ എത്ര ആയത്ത ഇമാമിന്റെ പുറകുന്ന് കേൾക്കണത്. ഒരായത്ത് കേട്ടിട്ട് ഉമറുൽ ഖത്താബ് ബോധം കെട്ട് വീഴാണ്. ഒരായത്ത് കേട്ടിട്ട്. ഏതായത്ത് നിങ്ങൾക്ക് ഞാൻ ഇത് പറയാൻ ആഗ്രഹിച്ചല്ല, പക്ഷെ പറയുമ്പോൾ പറയാതെ പോയ ശരിയാവില്ലോ എന്ന് വെച്ച് മാത്രം പറയാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂർ 52-ാമത്തെ അധ്യായം. ഈ 52-ാമത്തെ അധ്യായത്തില് ഏതാണ് ആയത്തറിയും? 7-8 ആയത്ത്. ഏതായത്തറിയും? ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ യൗമ തമൂറു السماء മൗറാ وتصير الجبال سيرا فويل يومئذ للمكذبين إن عذاب ربك لواقع. തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാകുന്നു. അത് തടുക്കാൻ ആരും തന്നെ ഇല്ല. ഈ ആയത്തങ്ങനെ ഓതിയിട്ട് ഉമറുൽ ഖത്താബ് ബോധം കെട്ട് വീഴാണ്. അങ്ങനെ എത്ര ആയത്തുകൾ, എത്ര മഹാന്മാർ അവര് ജീവിതത്തിലേക്ക് അത് ഉൾക്കൊള്ളാൻ. ബദരീങ്ങൾ നമ്മൾ പഠിക്കണത് എന്താ വെച്ചാൽ, ബദരീങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് അവർക്ക് വിജയം ഉണ്ടായത്. അവരുടെ ഈമാനാണ് അവരുടെ വിജയത്തിന്റെ കാര്യം. ഞാൻ അപ്പാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സംഘബലമോ തൃണബലമോ അല്ല, ആദർശബലമാണ് വിജയം. ഈ തറക്കപ്പെട്ടപ്പോ മഹാനായ ഹുബൈബ് പാടിയിൽ പാട്ടെന്നറിയോ? ഫലസ്തു ഉബാലിയ ഹീന ഉഖ്താലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ فذلك في ذات الإله وإن يشاء يبارك على أوصال شلب ممزع. മുസ്ലിമായി വധിക്കപ്പെടുമ്പോൾ ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. കാരണം നുറുക്കപ്പെടുന്ന ഓരോ കഷ്ണങ്ങൾക്കും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുക തന്നെ ചെയ്യുന്നു. കോശങ്ങൾ ഇങ്ങനെ കീറിയെടുത്താൽ പോലും അതിൽ നമുക്ക് ബറക്കത്തുണ്ടാകും. നമ്മൾ ആരാകണം? വിശ്വാസം. ബദരീങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരണം. അവസാനിപ്പിക്കുന്നിടത്തൊരായത്ത് മതി. എന്നായിട്ട് ولن تغني عنكم فئتكم شيئا ولو كثرت
വലൗ കഥറത് വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. നിങ്ങളുടെ ആൾക്കൂട്ടം അത് വളരെ അധികം ഉണ്ടായാലും ശരി, നിങ്ങൾക്ക് ഉപകരിക്കുന്നതല്ല. അല്ലാഹു മുഅ്മിനുകളുടെ കൂടെ തന്നെയാണ്. അല്ലാഹു മുഅ്മിനുകളുടെ കൂടെ തന്നെയാണ്. ഇത് മുശ്രിക്കുകളെ റബ്ബ് ഓർമ്മിപ്പിക്കണം. അല്ലാഹുവിൽ വിശ്വസിച്ചവർ, അവർ ഏത് രാജ്യത്തുള്ളവരായാലും ഏത് പ്രദേശത്തുള്ളവരായാലും അവർ എത്ര കുറവാണെങ്കിലും റബ്ബുൽ ഇസ്സത്ത് അവരോടൊപ്പമാണ്. എന്താ റബ്ബ് പറഞ്ഞത്? വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. നമ്മുടെ ആലോചിക്കേണ്ട നമ്മൾ മുഅ്മിനാണോ എന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആദർശം എന്ന് പറഞ്ഞത് ദീനാണ്. അത് ദീനാണ്, അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ്, അത് സലഫിയ്യത്താണ്. നമ്മൾ എന്ത് ചെയ്യാം? ആദർശമുള്ളവരാവുക. ബദരീങ്ങൾ വിശ്വാസം ക്രമീകരിച്ചതുപോലെ, അനുഷ്ഠാനങ്ങൾ ക്രമീകരിച്ചതുപോലെ, കുടുംബജീവിതം ക്രമീകരിച്ചതുപോലെ, സാമ്പത്തിക രംഗം, അയൽപക്ക ബന്ധം, സ്വഭാവ പെരുമാറ്റ മര്യാദകൾ എല്ലാ മേഖലയും അവർ ക്രമീകരിച്ചതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ഒരു കാര്യം വിട്ടുപോയത് ഞാൻ ഓർമ്മിപ്പിക്കാം. നമ്മൾ പ്രയാസമില്ല, വിട്ടുപോയത്. അതായത് ഒരു ആയത്ത് ഇങ്ങനെ ഉദാഹരണം. എന്താ ആയത്തറിയോ? ആയത്ത് ഉദാഹരണം, നിങ്ങൾക്കിഷ്ടമുള്ളതിൽ നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല. ആയത്ത് കേട്ടപ്പോൾ മഹാനായ അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു തആല നബിന്റെ അടുത്ത് കൂടി വരികയാണ്. എന്നിട്ട് നബിനോട് പറയാം, നബി, ഈ മദീനത്തെ പള്ളിയോട് ചേർന്നുള്ള ബൈറഹ, അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ ബൈറൂഹ എന്ന് പറയും, ബൈറഹ തോട്ടം. ഏതാ തോട്ടം അറിയും? അള്ളാഹുവിന്റെ റസൂൽ വിശ്രമിക്കണം, റസൂലുള്ള വെള്ളം കുടിക്കണം, റസൂലുള്ള വുളു എടുക്കണം, കാറ്റുകൊണ്ടിരിക്കണം. നല്ല ഭംഗിയുള്ള ഒരു ഈന്തപ്പഴത്തോട്ടാണ്. ഈ അടുത്ത കാലം വരെ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നതാണ് അവിടെയുള്ള ആൾക്കാർക്ക് പറഞ്ഞ. ആ തോട്ടം ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നൽകുന്ന നബിയെ അവിടേക്കൊരു നിക്ഷേപമാക്കി നൽകുന്നു. എന്താ ആയത്തുള്ളൂ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കണവരെ നിങ്ങൾ മുഅ്മിനാവൂല. തോട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അത് കൊടുക്കുക. എന്തിനു വേണ്ടിയല്ലേ? പരലോകത്തിന് വേണ്ടി. നമ്മളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആകെ പൈസ ഉണ്ടെങ്കിൽ നിസാബ് പൂർത്തിയാക്കിയാൽ കഴിഞ്ഞാൽ 2.5%, വളരെ കുറച്ച്. ശമ്പളവും ബിസിനസ്സും വേറെന്തെങ്കിലും ഒക്കെ പടം കൂട്ടിച്ചിട്ട് അതിന് 2.5% കൊടുക്കാൻ പറ്റും. ഇനി അതല്ലേ എത്രയുള്ളത്? അത് സ്വതക്കയായിട്ട് തത്വം എത്ര കൊടുത്താലോ ഹൈന. 2 മരക്കൾ വരുന്ന നേരം കൊടുക്കുമ്പോൾ, എന്നിട്ടോ കൊടുക്കുന്നവൻ അല്ലാഹുവിനെ ഇരട്ടി നൽകണേ, കൊടുക്കാത്തവന് ആശ നൽകണേ. അല്ലാഹുവിനെ നമ്മളോട് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളൊന്നും പറഞ്ഞില്ലേ? അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ വന്നിട്ട് ഒരാൾ പട്ടി നടക്കില്ല. അള്ളാന്റെ റസൂലിന്റെ പള്ളിക്ക് വന്ന ഒരാളും ഭക്ഷണം കഴിക്കാതെ പോകില്ല. അള്ളാന്റെ റസൂലിന്റെ പള്ളിക്ക് വന്ന ഒരാളും പ്രയാസപ്പെടില്ല. ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കും. ഞങ്ങളോട് ചോദിക്കട്ടെ, നമ്മളെ പള്ളിക്ക് വന്ന ആരെങ്കിലും ഏറ്റെടുക്കും? എന്താ ഏറ്റെടുക്കണം, ഏറ്റെടുക്കണം. നിങ്ങൾക്ക് പറ്റണമല്ലോ. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്, സ്വഹാബത്തിന്റെ മാർഗ്ഗം. ബദരീങ്ങളുടെ വഴി അവിടെയൊക്കെയാണ്. അത് തൗഹീദിന്റെ വിഷയത്തിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം, കുടുംബജീവിതത്തിലും കൂട്ടുകുടുംബ ജീവിതത്തിലും അയൽപക്ക ബന്ധങ്ങളിലും മനുഷ്യരോടുള്ള പെരുമാറ്റങ്ങളിലും ആളുകളോട് റിഫ്ഖ് കാണിക്കുന്നിടത്ത്, അലിവ് കാണിക്കുന്നിടത്ത്, സ്നേഹം കാണിക്കുന്നിടത്ത്, കൂട്ടിപ്പിടിക്കുന്നിടത്ത്, ചേർത്ത് പിടിക്കുന്നിടത്തും ബദരീങ്ങളുടെ മാർഗം ഉന്നതമായതാണ്. അതാണ് സ്വർഗത്തിന്റെ ഒരു മാർഗം, നരകമോചനത്തിന്റെ മാർഗം. അതാണ് അല്ലാഹു തആല പറഞ്ഞ കൂനൂ മഅസ്സാദിഖീൻ. നിങ്ങൾ അവരെ കൂടെ ആകണം, അവരെ കൂടെ ആകണം. ആരാണത്? മഅ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി, മഅ അബീ ബക്കർ വഉമർ വഅസ്ഹാബിഹിമ, മഅൽ മുഹാജിരീൻ എന്നൊക്കെ തഫ്സീർ കാണാം. അഥവാ മൊത്തത്തിൽ സ്വഹാബത്തിന്റെ കൂടെ ആകണം. 1400 വർഷങ്ങൾക്ക് ഇപ്പുറം. അത് വല്ലാത്തൊരു പടപ്പാണ്. 1400 വർഷങ്ങൾ. അന്നത്തെ നിസ്കാരം ഇന്ന് ഇവിടെ പള്ളി, അന്നത്തെ സ്വഭാവ രീതി ഇന്നും, അന്നത്തെ കുടുംബജീവിതം ഇന്നും, അന്നത്തെ കൂട്ടിപ്പിടുത്തം ഇന്നും. അന്ന് കണ്ടാൽ സ്വഹാബികൾ കണ്ടാൽ മുസാഫഹത്ത് ചെയ്ത് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്തത് പോലെ 1400 വർഷങ്ങൾക്ക് ഇപ്പുറവും കണ്ടാൽ ചിരിച്ച് സലാം പറഞ്ഞ് കൈ കൊടുക്കും. ഉള്ളിൽ പകലില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, ഷഹനായില്ല. കാരണം എന്താ? നബി പറഞ്ഞ ഷഹന ഉണ്ടായാൽ അമലുകൾ പോകില്ല, ഉയർന്നു പോകില്ല, ശിർക്ക് ഉയർന്നു പോകില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിതത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് നമ്മളൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത്
എൻ്റെ വാപ്പി വല്യാപ്പി ചെയ്തു എന്നല്ല, സ്വഹാബിയിലേക്ക് മുട്ടുന്നുണ്ടോ എന്നതാണ്. അവിടെ കറക്റ്റാണോ? അത് കറക്റ്റായാൽ എല്ലാം കറക്റ്റാണ്. ബദരീങ്ങളിൽ നിന്ന് ഞാനും കൂടെ പഠിക്കേണ്ട ഒരു പാഠം. ഞാൻ അതിൽ കുറേ ഉണ്ടായിരുന്നു, നമുക്ക് ഇനി ഉപയോഗിക്കലാടെ നോക്കാം, പിന്നെ നോക്കാം. ബദരീങ്ങളിൽ നിന്നുള്ള ഒരു പാഠം നമ്മൾ പഠിക്കേണ്ടത് എന്തറിയും? നമ്മൾ പഠിക്കേണ്ടത് അതങ്ങനെ തന്നെ ഫോളോ ചെയ്യാം. നബിനെ എങ്ങനെ അവർ ഫോളോ ചെയ്തോ അതുപോലെ അവരെ ഫോളോ ചെയ്യാം. അപ്പോഴാണ് നമുക്ക് എന്ത് പറയാം? അഹ്ലുസുന്ന വൽ ജമാഅ, സുന്നി നമ്മൾ പറയാം. അപ്പോഴാണ് നമ്മുടെ സലഫി എന്ന് പറയാം. അപ്പോഴാണ് നമ്മുടെ ശരിക്കും ഒരു മുസ്ലിം എന്ന് പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മതിയില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ, സംസാരത്തെ, കേൾവിയെ അള്ളാഹു സ്വാലിഹായ സൽക്കരമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞത് മുഴുവൻ അള്ളാഹു എൻ്റെ ആഖിറത്തിലേക്കുള്ള ഒരു നിക്ഷേപമാക്കി നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു മാപ്പ് നൽകും.